ചൈതന്യമേകി അനുഗ്രഹിക്ക. അറിവാകുമൊരഗ്നി ജ്വാലയേകി മനസ്സിനെ നിർമ്മലമാക്കണമേ. ഏന്തിടാം ഞങ്ങളൊരഗ്നിയാക്കി പകർന്നിടാം ഞങ്ങൾ തൻ കുരുന്നുകളിൽ. വിജ്ഞാനസാഗരമുള്ളിലൊതുക്കി ഉജ്ജ്വലവാഗ്മിത്വം കൈവരുത്തേണം. ഉണ്ണിക്കിടാങ്ങൾ തന്നുള്ളുണർത്താൻ ഞങ്ങളെ വിജ്ഞരാക്കിയിടണമേ. സത്യസ്വരൂപനാം കർമ്മ ചൈതന്യമേ. ആചാര്യനുസ്മരണം. പ്രൗഢാകാരം മസൃണനയനം മന്നഗേഹി പ്രഭൂതം. സ്നേഹാധാരം സരസവചനം കർമ്മയോഗീന്ദ്രമുഖ്യം. വിദ്യാലോലം കഠിനയതിനം പത്മനാഭം സുദക്ഷം. വന്ദേ ജിഷ്ണും ജനഹിതകരം ഭാരതേ കേസരീന്ദ്രം. താങ്ക് യു നിമിത. സാജൻ സർ ഔപചാരികമായ സ്വാഗതം ആശംസിക്കാനായി സാറിനെ ക്ഷണിക്കും. Thank you. Good afternoon to all. Respected Principal Ambali teacher and most respected Chief Guest of this session, Dr. Samir Babu, M of Kerala University, all faculties and my dear students. നമ്മുടെ കോളേജിലെ കുട്ടികൾക്ക് വേണ്ടി ആണ് സ്പെഷ്യലായിട്ട് നമ്മുടെ കാരിയർ കൗൺസിൽ സെല്ല് ഇത്തരം ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുള്ളത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ടീച്ചർമാർക്ക് കൂടുതൽ BEd കഴിഞ്ഞവർക്ക് കൂടുതൽ ജോലികൾ സാധ്യതയുള്ള ഒരു സമയമാണിപ്പോൾ. അത്തരം സാധ്യതകൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം BEd കഴിഞ്ഞാൽ നേരെ LPSA, UPSA, HSA, HSST അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് സാധാരണ രീതി. അതിനപ്പുറം നമുക്ക് മറ്റ് ചില സാധ്യതകൾ കൂടി, കണ്ടന്റ് റൈറ്റർ, ഓൺലൈൻ ടീച്ചർ എഡ്യൂക്കേറ്റർ, ഓൺലൈൻ ലേണിംഗ് മെറ്റീരിയൽ പ്രസന്റർ, അങ്ങനെ ഒരുപാട് ജോലി സാധ്യതകൾ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അത്തരം സാധ്യതകൾ കൂടി പരിചയപ്പെടേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ നമ്മുടെ BEd കുട്ടികൾ കുറേ പേര് അത്തരം ജോലികൾ ചെയ്യുന്നവരോ അല്ലെങ്കിൽ സീക്ക് ചെയ്യുന്നവരോ ആണ്. ഇനി പഠനവും ജോലിയും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാലം കൂടിയാണ് ഇനി മുന്നിൽ വരുന്നത്. കേന്ദ്ര ഗവൺമെന്റും അങ്ങനെ ഒരു പദ്ധതി ആലോചിക്കുന്നു. 2 ഷിഫ്റ്റുകളായിട്ട് തന്നെ നമുക്ക് ക്ലാസ്സുകളും ജോലിയും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടം നമുക്ക് തൊട്ടു മുന്നിലുണ്ട്. അപ്പൊ അത്തരം ഒരു അവസരത്തിൽ നമ്മൾ ഇത്തരം ഒരു വെബിനാർ വെക്കുന്നത് എന്തുകൊണ്ടും നിങ്ങളെ സംബന്ധിച്ച് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് ഇന്ന് ലഭിച്ചിട്ടുള്ള വിശിഷ്ട അതിഥി എന്ന് പറയുന്നത് ഡോക്ടർ സമീർ ബാബു. അദ്ദേഹം ഈ രംഗത്ത് നിന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് കൈവയ്ക്കാത്ത മേഖലകളില്ലെന്ന് പറയാം. അദ്ദേഹം ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്തു വരുന്നു. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചധികം കാര്യങ്ങൾ തന്നെ പറയാനുണ്ട്. ഞാൻ വളരെ വിശാലമായ ഒരു ബയോഡാറ്റ ആണ് ഉള്ളത്. അത് മുഴുവൻ പറയാൻ കുറെ സമയം വേണ്ടതുകൊണ്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം അദ്ദേഹത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നു. നമ്മുടെ ഗവൺമെന്റ് ഓഫ് കാനഡയുടെ ശാസ്ത്രി മൊബിലിറ്റി ഗ്രാന്റ് ലഭിച്ച ഒരു അധ്യാപകനാണ് അദ്ദേഹം. അതേപോലെ 8 വർഷത്തിൽ മേലെയായിട്ട് ഈ മേഖലകളിൽ പല യൂണിവേഴ്സിറ്റികളിൽ തന്നെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ട എടുത്തു പറയാനുള്ളത് അലിഗാർ മുസ്ലിം യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് കേരള, രാജസ്ഥാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി, രാജസ്ഥാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി തുടങ്ങിയ സ്ഥലങ്ങളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 6ലധികം പുസ്തകങ്ങളും 12ലധികം എഡിറ്റഡ് ചാപ്റ്റേഴ്സും അദ്ദേഹത്തിൻ്റെതായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ധാരാളം പ്രൊജക്റ്റുകൾ അദ്ദേഹത്തിന്റെ പേരിൽ, ഇപ്പൊ 8 പ്രൊജക്റ്റുകൾ ചെയ്ത് കഴിഞ്ഞു. അദ്ദേഹം ഓൾസോ ഇന്തോനേഷ്യയിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ വിസിറ്റിംഗ് പ്രൊഫസർ കൂടിയാണ്. കേരള യൂണിവേഴ്സിറ്റി സംബന്ധിച്ച് സോഷ്യൽ സയൻസിലെ നമ്മുടെ എഡ്യൂക്കേഷൻ ഫാക്കൽറ്റി വരുന്ന സോഷ്യൽ സയൻസിൽ അദ്ദേഹം വളരെ മികച്ച ഒരു വ്യക്തിയാണ്. കാരണം 2020-ലും 2021-ലും ഏറ്റവും കൂടുതൽ ഗ്രാന്റ് യൂണിവേഴ്സിറ്റിക്ക് കളക്ട് ചെയ്തത് സമീർ സാറാണ്.
അതുകൊണ്ട് തന്നെ സമീർ സാറിന്റെ യൂണിവേഴ്സിറ്റി നൽകിയിട്ടുള്ള ഒരു അവാർഡാണ് എക്സലൻസ് അവാർഡ് ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള. അതും അദ്ദേഹത്തിന്റെ പേരിലുള്ളതാണ്. ദെൻ ഇന്റർനാഷണൽ റിസർച്ച് അഡ്വൈസറി അവാർഡും അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമ്മുടെ കോളേജിൽ സംസാരിക്കാനായിട്ട് ലഭിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. നമ്മുടെ കോളേജിന്റെ പേരിൽ, IQACയുടെ പേരിൽ, കാരിയർ കൗൺസിലിന്റെ പേരിൽ സാറിനെ ഞാൻ സഹർഷം ഈ ഗൂഗിൾ മീറ്റിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് കാരിയർ ഓറിയന്റേഷൻ നൽകുന്നതിന് വേണ്ടി സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതേപോലെ നമ്മുടെ കോളേജിലെ എല്ലാ പരിപാടികൾക്കും വളരെ നേതൃത്വം വഹിക്കുകയും ഇത്തരം പരിപാടികൾ ധാരാളം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആളാണ് നമ്മുടെ പ്രിൻസിപ്പൽ അമ്പിൾ ടീച്ചർ. അമ്പിൾ ടീച്ചറെ ഞാൻ ഈ വേദിയിലേക്ക് ഔപചാരികതയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കോളേജിലെ ഏറ്റവും മികച്ച ക്ലബ്ബുകളിൽ ഒന്നാണ് കാരിയർ കൗൺസിൽ. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ കോളേജിൽ നിന്ന് ധാരാളം പ്ലേസ്മെന്റ് കിട്ടിയിട്ട് കുട്ടികൾ പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കാരിയർ കൗൺസിലിന്റെ പ്രധാന ചുമതല വഹിക്കുന്ന അതിന്റെ കോർഡിനേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ശങ്കരനാരായണ സാറാണ്. സോഷ്യൽ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റ് HOD ആയിട്ടുള്ള ശങ്കരനാരായണ സാറിനെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നത് ലക്ഷ്മി ടീച്ചറാണ്. ഈ പരിപാടിക്ക് വോട്ട് ഓഫ് താങ്ക്സ് അർപ്പിക്കുന്നത് ലക്ഷ്മി ടീച്ചറാണ്. ലക്ഷ്മി ടീച്ചറെയും ഞാൻ ഈ ഗൂഗിൾ മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഈ കോളേജിലെ എല്ലാ അധ്യാപകരെയും വിദ്യാർത്ഥിനികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. കാരണം വളരെ കുറച്ച് സമയം ഉള്ള സമയം സാറിനെ പരമാവധി നമ്മൾ പ്രയോജനപ്പെടുത്തണം. അങ്ങനെയാണ് ഞാൻ പറയുക, പ്രയോജനപ്പെടുത്തണം. അതിനുവേണ്ടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ടീച്ചറെ അധ്യക്ഷം അലങ്കരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ചടങ്ങിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിനായും അധ്യക്ഷ പ്രഭാഷണം നടത്തുന്നതിനായും അമ്പിളി ടീച്ചറെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ വെബിനാറിലെ വിശിഷ്ടാതിഥി ഡോക്ടർ സമീർ ബാബു, വെബിനാർ കോർഡിനേറ്റർ ലക്ഷ്മി, IQAC കോർഡിനേറ്റർ ഡോക്ടർ സാജൻ, കരിയർ പ്ലേസ്മെന്റ് സെൽ കോർഡിനേറ്റർ ഡോക്ടർ ശങ്കരനാരായണൻ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, വിദ്യാർത്ഥിനികളെ. സാജൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ കരിയറിന് ഒരുപാട് പുതിയ അവന്യൂസ് തുറന്നു വരുന്ന ഒരു കാലമാണ്. ഓൺലൈൻ മേഖലകളിൽ അനന്ത സാധ്യതകളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ള ഒരു വൈസ് ഡിസിഷൻ എടുക്കുക എന്നുള്ളത് എളുപ്പമല്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. അത് ഏതാണ് കറക്റ്റ്, ഏതാണ് ചതിക്കുഴികൾ, ഇതൊന്നും നമുക്കറിയില്ല. നമ്മുടെ പ്രൊഫൈലും നമ്മുടെ ഡേറ്റയൊക്കെ ഒരു സൈറ്റിലേക്കും പരിചയമില്ലാത്ത പല സ്ഥലങ്ങളിലേക്കും കൊടുക്കുമ്പോൾ അത് ഒതന്റിക് ആണോ, അല്ലെങ്കിൽ അത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ട്രാപ്പാണ്, ഇതൊന്നും അറിയാനുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മുടെ കുട്ടികൾക്കില്ല, അധ്യാപക വിദ്യാർത്ഥികൾക്കില്ല. അതുകൊണ്ട് തന്നെ ഈ വെബിനാറിന് വളരെ റെലവൻസ് ഉണ്ട്. BEdന് ശേഷം അല്ലെ MEdന് ശേഷം അടുത്ത എന്താണ് എന്നുള്ള ഒരു അതിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിന്റെ ഉദ്ദേശം. കഴിഞ്ഞ വർഷങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കോളേജിൽ ഈ കരിയർ പ്ലേസ്മെന്റ്സിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. മിക്കവാറും അക്കാഡമിക് ഇയറിന്റെ തുടക്കത്തില് നമ്മൾ ക്യാമ്പസ് പ്ലേസ്മെന്റുകൾ തന്നെ നടത്താറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ കൊറോണ, അതിനോടനുബന്ധിച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കാരണം നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം ഓൺലൈൻ വിർച്വൽ മീഡിയത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് മാത്രമല്ല, ട്രഡീഷണൽ ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസിന് ഉപരിയായിട്ട് ഓൺലൈൻ മേഖലയിൽ എന്തൊക്കെ സാധ്യതകളുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു എക്സ്പോഷറും കൂടെ ഈ വെബിനാറിൽ നിന്ന് ലഭിക്കും എല്ലാവർക്കും. അപ്പോൾ ഇത് വളരെ പ്രയോജനകരമായിരിക്കും. വളരെ പ്രഗത്ഭനായ അറിയപ്പെടുന്ന ഒരു വിശിഷ്ടാതിഥിയെ നമുക്ക് ഈ വെബിനാർ എടുക്കാൻ വേണ്ടി ലഭിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ വ്യക്തിപരമായിട്ട് സമീറിനോട് സംസാരിച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് കേട്ടിട്ടുണ്ട്, അറിയാം. അപ്പം ഞാൻ ഒരിക്കൽ കൂടി കോളേജിലേക്ക് സമീറിനെ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാം എല്ലാവർക്കും വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആവട്ടെ എന്ന് ആശംസിക്കുകയും കൂടി ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി. താങ്ക് യു മിസ്. ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി കരിയർ സെൽ കോർഡിനേറ്റർ ശങ്കരനാരായണൻ സാറിനെ സാദരം ക്ഷണിക്കുന്നു. ഹലോ, കേൾക്കാം മാഷെ, പറഞ്ഞോളൂ. കരിയർ ഗൈഡൻസ് സെല്ലിന്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം. സമീർ സാറിന് പ്രത്യേകിച്ച് സ്വാഗതം. സമയം കുറവാണ് എന്ന് സാൻ സാർ പറഞ്ഞു. കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമാവുന്ന ഒരു പരിപാടിയാണ്. വളരെ
ക്രിയാത്മകമായിട്ട് എല്ലാവരും പങ്കെടുക്കുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ, അതുപോലെ ആകാംക്ഷകളൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു നല്ല സെഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഈ പ്രോഗ്രാം എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു സർ. സെഷനിലേക്ക് നമുക്ക് കടക്കാം. നമ്മളുടെ സെഷൻ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടി കേരള യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സമീർ ബാബു സാറിനെ സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഓവർ ടു യു സർ. താങ്ക് യു. താങ്ക് യു ലക്ഷ്മി. ഡിയർ പ്രിൻസിപ്പൽ അമ്പലി മാം, ഡോക്ടർ സാജൻ സർ, ഡോക്ടർ ശങ്കർ നാരായൺ സർ, Dr. Mridula teacher and many faculty members of NSS Training College. I am happy to be with you in this occasion of webinar. എനിക്കും നിങ്ങളുടെ ഈ ഒരു ഒത്തുചേരൽ, അതുപോലെ തന്നെ ഒരു കൂട്ടായ്മ നല്ല രീതിയിൽ എല്ലാവരും ഓർഗനൈസ് ചെയ്യുന്നതും എല്ലാം തന്നെ വളരെ നല്ല പ്രോഗ്രാംസ് NSS കോളേജ് ഓർഗനൈസ് ചെയ്യുന്നത് കാണുമ്പോൾ എപ്പോഴും നല്ല സന്തോഷം തോന്നാറുണ്ട്. എനിക്കും അതിൻ്റെ ഒരു പാർട്ടാവാൻ പറ്റിയ എന്നുള്ളതിൽ ഐ എം ഹാപ്പി. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്, നമുക്ക് സാറ് പറഞ്ഞ പോലെ തന്നെ സമയം വെച്ചിട്ട് നമുക്ക് അതിന്റെ കാര്യത്തിലേക്ക് കടക്കാം. വാട്ട് ഈസ് ആക്ച്വലി കരിയർ പ്ലാനിങ്? അതിന്റെ നമ്മൾ സാധാരണ നമുക്ക് അറിയുന്ന കാര്യങ്ങളിൽ നിന്ന് ചെറിയൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സെഷനാണ് ഞാൻ ചെയ്യുന്നത്. കാരണം എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിനപ്പുറത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു കരിയറിന് പലപ്പോഴും നമ്മൾ വഴികളാണ് പലപ്പോഴും നമ്മൾ അന്വേഷിക്കാറ്. എനിക്കൊരു കരിയർ നല്ല രീതിയിൽ എനിക്ക് എങ്ങോട്ട് പോകാൻ പറ്റും, പക്ഷെ അതിന്റെ ഒരു പ്ലാനിങ് പലപ്പോഴും അതിൽ നമ്മൾ പലപ്പോഴും സക്സസ് ആവാറില്ല എന്നുള്ളത് ഒരു ശരിയാണ്. അപ്പൊ അത് ഐ തിങ്ക് PPT കാണുന്നുണ്ടല്ലോ അല്ലെ? വിസിബിൾ ആണ്. താങ്ക് യു. അപ്പൊ ഈ പ്ലാനിങ് ചെയ്യാന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ത്രൂ ഔട്ട് പ്രോസസ്. നമ്മളിപ്പോ ഒരു ദിവസം ഇരുന്നിട്ട് പെട്ടെന്ന് നമ്മൾ നാളെ ഞാൻ എന്ത് ചെയ്യും എന്നത് നോക്കുന്നതിനപ്പുറമായിട്ട് നമ്മുടെ ഒരു കംപ്ലീറ്റ് ഒരു പ്രോസസ്സാണ് നമ്മൾ ശരിക്കും പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വെൻ വി ലുക്ക് ഇൻ ടു ദ സർട്ടൻ ടെർമിനോളജി റിലേറ്റഡ് ടു കരിയറിനെ കുറിച്ച് നമുക്ക് അറിയുന്ന കുറെ ടേംസ് ആണ്. അപ്പൊ ഇത് നമ്മൾ പരിചയപ്പെടുന്നത്, ഞാൻ ജസ്റ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, നത്തിങ് ന്യൂ. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് അതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. എംപ്ലോയ്മെന്റ് ഈസ് ക്വൈറ്റ് നോൺ ടു യു. എംപ്ലോയ്മെന്റ്, അൺഎംപ്ലോയ്മെന്റ് ഈസ് ആൾസോ വിസിബിൾ. അൺഎംപ്ലോയ്മെന്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അൺഎംപ്ലോയ്മെന്റ്. ദർ ഈസ് അനദർ ടേം, അണ്ടർ എംപ്ലോയ്മെന്റ്. പലപ്പോഴും നമുക്ക് ഉണ്ടാവുന്ന വൈ ദ ടീച്ചേഴ്സ് ആർ നോട്ട് പെർഫോമിങ്, അതല്ലെങ്കിൽ വൈ സർട്ടൻ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആർ നോട്ട് പെർഫോമിങ് ഇൻ ദെയർ പ്രൊഫഷൻ, അതിന്റെ അല്ലെങ്കിൽ അവരത് കോമ്പിറ്റന്റ് അല്ല, അവർ സാറ്റിസ്ഫൈഡ് അല്ല. ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുമ്പോഴാണ് നല്ല പെർഫോമൻസ് ഉണ്ടാവുന്നത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. നന്നായിട്ട് നമ്മൾ ജോലി ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റും. ഒരാൾ ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ താല്പര്യം ഇല്ലാതാവുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ക്ലൈമറ്റിന് താല്പര്യം ഇല്ലാതാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും, അവിടെ നമുക്കൊരു വിരസത അനുഭവപ്പെടുകയും സ്വാഭാവികമായും നമ്മുടെ പെർഫോമൻസ് കുറയുകയും ചെയ്യും. അതിനൊരു കാരണമാകുന്ന ഒരു റീസൺ ആണ് ശരിക്കും അണ്ടർ എംപ്ലോയ്മെന്റ്. ഞാൻ PhD എടുത്തു, എല്ലാം കഴിഞ്ഞു, പക്ഷേ സ്റ്റിൽ ഐ എം വർക്കിംഗ് ഇൻ എ പ്രൈമറി സ്കൂൾ. പ്രൈമറി സ്കൂൾ മോശമാണെന്നല്ല പറഞ്ഞു, പക്ഷേ ഐ ആം നോട്ട് ഫിറ്റ് മെന്റലി ടു ടീച്ച് ദ പ്രൈമറി സ്കൂൾ സ്റ്റുഡൻസ്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സംഭവമാണ് ശരിക്കും അണ്ടർ എംപ്ലോയ്മെന്റ്. നമുക്ക് റീസെന്റ് വി ഹാവ് റെഡ് ഇൻ ദ ന്യൂസ് പേപ്പർ ദാറ്റ് UP ഒരു ഇന്റർവ്യൂ വെച്ചപ്പോഴ് 4th ഗ്രേഡ്, അതായത് പ്യൂൺ പോസ്റ്റ് മോശം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ പ്യൂൺ ജോലിക്ക് PhD കഴിഞ്ഞ കുറെ പേര് അറ്റൻഡ് ചെയ്യാൻ വന്നു. അപ്പൊ അത്രത്തോളം അൺഎംപ്ലോയ്മെന്റ് ആണ് നമ്മൾ. അതുകൊണ്ട് തന്നെ അണ്ടർ എംപ്ലോയ്മെന്റും നമ്മുടെ രാജ്യത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ഇതിന്റെയൊക്കെ കാരണം എന്ന് പറയുമ്പോൾ വെൻ വി ലുക്ക് ഇൻ ടു ദ റീസൺസ് ബിഹൈൻഡ് ഓൾ ദീസ്, ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പ്രോപ്പർ ആയിട്ട് നോളജ് ഇല്ലാത്തതാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു അവയർനെസ്. നേരത്തെ സാജൻ സാർ പറഞ്ഞ പോലെ BEd കഴിഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ഓപ്പർച്യൂണിറ്റി ഇൻ ദി സ്കൂൾസ്. അത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഓപ്പർച്യൂണിറ്റീസ്, നോട്ട് ദ സോൾ ഓപ്പർച്യൂണിറ്റി. വി ഹാവ് ചാൻസസ് ഓഫ് കണ്ടന്റ് റൈറ്റിംഗ്. പല ലീഡിംഗ് കണ്ടന്റ് റൈറ്റിംഗ് ഏജൻസികൾ കണ്ടന്റ് റൈറ്റിംഗ് BEd കഴിഞ്ഞവർ അല്ലെങ്കിൽ എഡ്യൂക്കേഷനിലും പെഡഗോജിയിലും നോളജ് ഉള്ളവരെയാണ് അവർക്ക് ആവശ്യം. അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷണൽ ഡിസൈനേഴ്സ് മറ്റൊരു കാറ്റഗറിയാണ്. ഇൻസ്ട്രക്ഷണൽ ഡിസൈനേഴ്സ്, വി ക്യാൻ ബി എൻ ഇൻസ്ട്രക്ഷണൽ ഡിസൈനർ. നമുക്കെല്ലാം ഇൻസ്ട്രക്ഷണൽ ഡിസൈനർ ആവാൻ പറ്റും. അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഓഫ് ആപ്സ്, മൾട്ടിമീഡിയ കണ്ടന്റ് ഉണ്ടാക്കുന്നവർ, വീഡിയോ എഡിറ്റ് ചെയ്യുന്നവർ, ഇതെല്ലാം തന്നെ ഇറ്റ് ഈസ് നോട്ട് ദ ഡ്യൂട്ടി ഓഫ് മിയർ ദ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടെക്നോളജി അറിയുന്നവരുടെ മാത്രം ജോലിയല്ല. ഇതെല്ലാം തന്നെ വി ഹാവ് ടു ടേക്ക് ദിസ് കൈൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. അങ്ങനെയും കൂടെ ഒരു പ്രിപ്പറേഷൻ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോഴാണ് വി വിൽ ബി ഇൻ എ റൈറ്റ് ട്രാക്ക്. അങ്ങനെ മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് നമ്മൾ അറിയുമ്പോഴാണ്
അതിനെക്കുറിച്ച് വരും. ഇനി നമ്മളൊരു ജോലിയെ കുറിച്ച് കിടക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു പ്ലാനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ദീസ് ആർ സം ഓഫ് ദ ബേസിക് റിക്വയർമെന്റ്സ് ദാറ്റ് വി നീഡ് ടു നോ ദ പൊട്ടൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ്. B.Ed കഴിയുന്നതിന് മുന്നേ തന്നെ വാട്ട് ആർ ദ ഓപ്പർച്യൂണിറ്റീസ്, നോളജ് ഓഫ് പൊട്ടൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് യു ഷുഡ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ B.Ed എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ഗ്രാജുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ അതൊരു യോഗ്യതയാവുന്ന എന്തൊക്കെ സാധ്യതകളുണ്ട് അല്ലെങ്കിൽ ഓരോ ടൈറ്റിൽസും എങ്ങനെയായിരിക്കണം, അത് നമ്മളിപ്പോ ഒരു പ്രൊഫഷനെ ഡ്രീം ചെയ്യുക അല്ലെങ്കിൽ ഒരു കരിയറിന് ഞാൻ ആഗ്രഹിച്ച് അതിലേക്ക് എത്താൻ വേണ്ടി ഞാൻ ശ്രമിക്കുക എന്നതിന് അപ്പുറം ഐ ഹാവ് ടു ഹാവ് സർട്ടൻ കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദാറ്റ്. ഐ ഷുഡ് നോ ദ പൊട്ടൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് വിത്ത് മൈ B.Ed കൊണ്ട് എനിക്ക് എവിടേക്ക് എത്താൻ പറ്റും. ഐ ഷുഡ് നോ ദ ഓപ്പർച്യൂണിറ്റീസ്. ദെൻ അത് ഓപ്പർച്യൂണിറ്റീസ് കിട്ടി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പല സമയത്തും ദർ വിൽ ബി സെർട്ടൻ നമ്മൾ പലപ്പോഴും സംസാരിക്കുന്ന ചില റൂമേഴ്സും സംസാരങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അവര് ചില ആളുകളെ കണ്ടുവച്ചിട്ടുണ്ട്, അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു കാഷ്വൽ നമ്മൾ പറയുന്നതാണ്, ഇന്റർവ്യൂ ഒക്കെ ഒരു പ്രഹസനമായിരുന്നു, കാഷ്വൽ നമ്മൾ പറയാം. അവിടെ നമ്മൾ അതിനൊപ്പം നമ്മൾ പറയാത്ത ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ടു വാട്ട് എക്സ്റ്റെന്റ് യു പ്രിപ്പയർഡ് ആൻഡ് ടു വാട്ട് എക്സ്റ്റെന്റ് യു പെർഫോംഡ്. നമ്മൾ എത്ര ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ നമുക്കില്ല. അറ്റ് ദ സെയിം ടൈം നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യുന്നു, അതിനെ ഒരു കറപ്ഷൻ ആണ് അല്ലെങ്കിൽ അവിടെ മാൽ പ്രാക്ടീസ് നടക്കുന്നു എന്ന് മാത്രം നമ്മൾ ജഡ്ജ് ചെയ്യുന്നു. ടു വാട്ട് ആർ യു ക്വാളിഫൈഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ യു എ ബെറ്റർ കാൻഡിഡേറ്റ്, നിങ്ങളാണോ അവിടെ ദ ബെസ്റ്റ് എന്ന് പറയാൻ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ക്യാൻ യു പ്രൂവ് ദാറ്റ് യു ആർ ദ ബെസ്റ്റ് ആൻഡ് യു ആർ നോട്ട് സെലക്ടഡ്? അവിടെ നമുക്ക് ആൻസർ ഉണ്ടാവില്ല. ബട്ട് വി സേ ദാറ്റ് ഓക്കെ അവിടെ എന്തോ മാൽ പ്രാക്ടീസ് ആണ്, അവിടെ കമ്മ്യൂണിറ്റി റിസർവേഷൻ കൊടുത്തു അല്ലെങ്കിൽ അവിടെ പ്രിഫറൻസ് കൊടുത്തു. ഇങ്ങനെ നമ്മൾ പലപ്പോഴും ദർ ആർ ചാൻസസ് അങ്ങനെ നടക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് യു ആർ നോട്ട് ഫിറ്റ് ഫോർ ദാറ്റ് എംപ്ലോയ്മെന്റ്. നമ്മൾ അതിൽ ഫിറ്റ് അല്ല, ഐ ആം നോട്ട് ഫിറ്റ് ഫോർ ദ എംപ്ലോയ്മെന്റ്. എന്നിട്ട് ഞാൻ പറയാണ് എനിക്ക് കിട്ടിയില്ല, അത് വേറെ ആർക്കോ കൊടുത്തു. നിന്റെ ഒരു ക്രിഡൻഷ്യൽ ഇങ്ങനെയാണോ? വെദർ ഞാൻ സമീർ ആർ യു ഏബിൾ ടു അച്ചീവ് ദാറ്റ് പൊസിഷൻ? നിനക്ക് അതിന് ചാൻസ് ഉണ്ടോ? ആ തരത്തിൽ നിന്റെ ക്രിഡൻഷ്യൽസ് ഉണ്ടോ? നിന്റെ CV എല്ലാം ഓക്കെ ആണോ? നിന്റെ മാർക്ക് അതിനനുസരിച്ചാണോ? ആർ യു ഏബിൾ ടു പെർഫോം ബെറ്റർ ഇൻ ഇന്റർവ്യൂ? ഇങ്ങനെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഇല്ല അതിനൊന്നും എനിക്ക് ഉത്തരവില്ല. അറ്റ് ദ സെയിം ടൈം നമ്മൾ പറയും ദർ ആർ സം ഇഷ്യൂസ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാല് ഇഫ് യു ആർ പ്രിപ്പയറിംഗ് ഫോർ എ കരിയർ യു ഷുഡ് നോ ദ ബെസ്റ്റ് പ്രാക്ടീസസ് ഓഫ് എ കമ്പനി. നമ്മളിപ്പോ പ്രൈവറ്റ് കമ്പനിയാണ് അല്ലെങ്കിൽ ഗവൺമെന്റ് ആണെങ്കിലും ഏത് തരം ആണെങ്കിലും അവിടെ ബെസ്റ്റ് പ്രാക്ടീസസ് എന്താണ്? നമ്മളൊരു പബ്ലിക് സർവീസ് കമ്മീഷൻ PSC എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ ഏരിയാസ് വരുന്നോ അതിനെ മുൻനിർത്തി നമ്മൾ പഠിക്കണം, അതിന്റെ ട്രെൻഡ് മനസ്സിലാക്കണം. അപ്പോഴാണ് PSC കിട്ടുന്നത്. അല്ലാതെ എനിക്ക് എന്താണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ B.Ed കഴിഞ്ഞാൽ അപ്പൊ B.Edന്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, B.Edന്റെ കാര്യങ്ങൾ മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് PSC കിട്ടുന്നില്ല. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, ഏതൊക്കെ പോർഷൻ ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, നേരത്തെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ പാറ്റേൺ എങ്ങനെയാണ്, അത് റെഗുലർ ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടോ, ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് സ്ഥിരമായി ചോദിക്കുന്നത്, എത്രയൊക്കെ മാർക്കുകളാണ് ഓരോ സെഗ്മെന്റിനും കൊടുത്തിരിക്കുന്നത്, ഇതെല്ലാം നമുക്ക് അറിയുമ്പോഴാണ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്രാക്ടീസസ്. അപ്പോഴാണ് നമുക്ക് അറിയുന്നത് ഓക്കെ ഇങ്ങനെയൊക്കെ പോയാലേ എനിക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലാതെ എനിക്ക് B.Edന് ഐ ഹാവ് 85% മാർക്ക്, ഐ ആം ഫിറ്റ് ഫോർ ദ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. നമ്മൾ ആ ഒരു തരത്തിൽ നമ്മൾ പ്രിപ്പയർഡ് ആവണം. അതാണ് ഞാൻ പറഞ്ഞത്, ദർ ഈസ് നോട്ട് ഷോർട്ട് കട്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു പ്ലാനിങ്ങോടെ നമ്മൾ മുന്നോട്ട് പോയാലേ നടക്കൂ. ഇപ്പൊ നമ്മളൊരു ഹയർ സെക്കൻഡറി അതല്ലെങ്കിൽ HSC എക്സാമിനേഷൻ എഴുതുന്നു, അതല്ലെങ്കിൽ UP സ്കൂൾ അസിസ്റ്റന്റ് എക്സാമിനേഷൻ എഴുതുമ്പോൾ അവിടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങളുടെ ന്യൂമറിക്കൽ എബിലിറ്റി നിങ്ങൾക്ക് നോക്കണം. അതല്ലെങ്കിൽ നിങ്ങളുടെ മാത്തമാറ്റിക്കിലെ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ പ്രപ്പോർഷനെ കുറിച്ച് ചോദിക്കും, പെർസെന്റേജിനെ കുറിച്ച് ചോദിക്കും, സമയവും ദൂരവും ട്രെയിനിന്റെ വേഗത അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കും, കലണ്ടറിനെ കുറിച്ച് ചോദിക്കും, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കാണാം. പിന്നെ കുറെ അനലോഗി ചോദിക്കും, കുറെ ഷേപ്പുകളെ കുറിച്ച് ചോദിക്കും, നമ്പർ സീരീസ്, ഇങ്ങനെ കുറെ ഐറ്റംസ് ആ ഒരു ഏരിയയിൽ വരുന്നു. പിന്നെ നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ സോഷ്യൽ സയൻസ് ചോദിക്കുന്നു, സയൻസ് ചോദിക്കുന്നു, ഇംഗ്ലീഷ് ലാംഗ്വേജ് കുറച്ച് ചോദിക്കുന്നു, സൈക്കോളജി ആൻഡ് ഫിലോസഫി ചോദിക്കുന്നു, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. These are the segments that we can see in a UP school teacher examination. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രിപ്പയർഡ് ആകുമ്പോഴാണ്, അതാണ് ബെസ്റ്റ് പ്രാക്ടീസസ് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞതിന്റെ ഒരു ഉദ്ദേശം. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, ഇഫ് യു ആർ അപ്പിയറിംഗ് ഫോർ എ കമ്പനി, നിങ്ങളൊരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്, ആഫ്റ്റർ ഗ്രാജുവേഷൻ ഇൻ എഞ്ചിനീയറിംഗ് യു ആർ ജസ്റ്റ് ഗോയിങ് ടു അപ്പിയർ എൻ ഇന്റർവ്യൂ. അപ്പൊ അവിടെ നമ്മൾ ഒരു ടാറ്റ കൺസൾട്ടൻസി സർവീസില് അതല്ലെങ്കിൽ നിങ്ങൾ ആമസോണിൽ ഒരു ഇന്റർവ്യൂ ആണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ ആമസോൺ വാട്ട് ദേ റിക്വയർ ആസ് സച്ച്, അവരുടെ എന്താണ് അവരുടെ ആവശ്യം, വാട്ട് ഈസ് ദ കറന്റ് ട്രെൻഡ് ഓഫ് ആമസോൺ. ആമസോണിൽ ഇപ്പൊ എന്തൊക്കെയാണ് നടക്കുന്നത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം.
then only you are fit for the employment. ആ ഒരു തരത്തിലുള്ള പ്രിപ്പറേഷൻ ആണ് പ്രാക്ടീസസ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ആ പൊട്ടൻഷ്യൽ റോൾ എന്തായിരിക്കണം എന്ന് അറിഞ്ഞിരിക്കണം. അവിടെ ഞാൻ ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിൽ എന്തൊക്കെ പെർഫോം ചെയ്യണം, അതിനെന്തെങ്കിലും സോഫ്റ്റ്വെയർ ഉണ്ടോ എന്തെങ്കിലും അത് ഞാൻ പഠിച്ചിരിക്കണം. ഇപ്പോഴത്തെ ബെസ്റ്റ് ഇപ്പൊ ടാലിയുടെ ഇന്ന വേർഷനാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ ഞാനൊരു അക്കൗണ്ടന്റ് ആയിട്ട് പോകുന്നു. അപ്പൊ ടാലിയുടെ ഈ വേർഷൻ എനിക്ക് അറിഞ്ഞാൽ മാത്രമേ ഞാൻ ഇപ്പൊ ഫിറ്റ് ആവുന്നുള്ളൂ. അതർവൈസ് ഐ എം നോട്ട് ഫിറ്റ് ഫോർ ദാറ്റ് എംപ്ലോയ്മെന്റ്. അപ്പൊ ഞാൻ ആദ്യം ആ ഒരു കാര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഐ ഹാവ് ടു അപ്ഡേറ്റ് മൈ നോളജ്. എനിക്ക് കമ്പ്യൂട്ടർ നോളജ് വേണം. ഞാൻ ടീച്ചറാണ്, ഐ ആം ദ ടോപ്പർ ഓഫ് മൈ ഫിസിക്കൽ സയൻസിലെ ഞാൻ ടോപ്പറാണ്. എനിക്ക് എല്ലാ ക്വാളിറ്റീസും ഉണ്ട്, നല്ല മാർക്ക് ഉണ്ട്. MSc BEd ഞാൻ MSc BSc എല്ലാം തന്നെ നല്ല മാർക്കോടെ പാസ്സായി. അറ്റ് ദ സെയിം ടൈം ടു വാട്ട് എക്സ്റ്റെൻഡ് യുവർ കമ്പ്യൂട്ടർ നോളജ്, നിങ്ങളുടെ ബേസിക് കമ്പ്യൂട്ടർ നോളജ്, വീഡിയോ എഡിറ്റിംഗ്, റെക്കോർഡ് മെയിൻ്റനൻസ്, ബേസിക് വേർഡ് പ്രോസസ്സർ, അതുപോലെ പവർ പോയിന്റ്, ഇങ്ങനെയുള്ള കാര്യം, പ്രസന്റേഷൻ സോഫ്റ്റ്വെയറുകൾ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്റെ നോളജ് എത്രയാണ്, അത് എനിക്ക് ഒരു ടീച്ചിങ്ങിലേക്ക് പോകുമ്പോൾ അതായിരിക്കും അവർ ചോദിക്കുന്ന വേറൊരു എക്സ്ട്രാ അഡീഷണൽ എന്ന് പറയുന്നത്. പ്ലസ് കമ്മ്യൂണിക്കേഷൻ, വാട്ട് അബൌട്ട് യുവർ കമ്മ്യൂണിക്കേഷൻ, വെദർ ഇറ്റ് ഈസ് മലയാളം ഓർ ഇംഗ്ലീഷ്, ഏതാണെങ്കിലും എത്രത്തോളം എനിക്ക് അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റും, അവിടെയാണ് നമ്മൾ സക്സസ് ആകുന്നത്. ദിസ് ഈസ് ദ പാർട്ട് ഓഫ് പ്രാക്ടീസ് ഓർ ദിസ് ഈസ് എ പാർട്ട് ഓഫ് പ്ലാനിങ്. പേഴ്സണൽ പ്രിപ്പയർനെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ജോലിക്ക് തയ്യാറാകുക. നമ്മുടെ സപ്പോസ് നമ്മൾ ഓരോ ജോലിക്ക് വരുമ്പോൾ ഐ ഹാവ് എൻ എക്സ്പീരിയൻസ് വെൻ വി കണ്ടക്ടഡ് എൻ ഇന്റർവ്യൂ ഫോർ എ റിസർച്ച് അസിസ്റ്റന്റ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്. ഐ വാസ് നോട്ട് ഹാവിങ് എനി ഐഡിയ റിഗാർഡിങ് ദാറ്റ്. ഒരു എക്സ്പേർട്ടിനെ വിളിച്ചു. അപ്പൊ ഈ എക്സ്പേർട്ട് മുന്നോട്ട് വെക്കുന്ന കുറെ സജഷൻസ് നോക്കിയപ്പോൾ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോയി. കാരണം ഒരു ഇന്റർവ്യൂവിൽ ഒരു കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യാൻ ഇപ്പൊ എക്സ്പേർട്ട് വെച്ച് നമ്മൾ ഏറ്റവും ചെറിയ കുട്ടികളുള്ളവരെ നമ്മൾ റിസർച്ച് അസിസ്റ്റന്റ് ആയി എടുക്കരുത്. കാരണം അവർക്ക് ജോലി ആവശ്യമാണെങ്കിൽ പോലും നമ്മുടെ ആവശ്യം ജോലി നിങ്ങളുടെ റിസർച്ച് നടക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരാൾ എടുത്തു കഴിഞ്ഞാൽ they will have more excuses. So we have to be very particular about the candidate. If one is coming from very far away places, that is also issues for you. ഡേ സ്കോളർ ആണ്, ഡെയിലി വരുന്നു, അപ്പൊ ദൂര സ്ഥലത്ത് നിന്ന് വരികയാണെങ്കിൽ അതൊരു ഇഷ്യൂ ആണ്. ഇങ്ങനെയുള്ള കുറെ കൺസിഡറേഷൻസ് ഒരു ജോബിന് അല്ലെങ്കിൽ ഒരു പോസ്റ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആളിനുണ്ടായിരിക്കും. ഞാൻ എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളിൽ നിന്ന് ഒരാളിനെ അപ്രോപ്രിയേറ്റ് ആയിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വി ഹാവ് ടു ബി പ്ലാൻ ഫോർ ദാറ്റ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ഹൗ ക്യാൻ വി മാനേജ് ഇറ്റ് എന്നുള്ളതിന് ഒരു ആൻസർ നമുക്കുണ്ടായിരിക്കണം. ഇപ്പൊ എനിക്ക് ചെറിയ കുട്ടിയുണ്ട്, അത് വെച്ചിട്ട് ഓക്കെ എനിക്ക് പോയാൽ കിട്ടില്ല എന്നുള്ളതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അതിനെ എങ്ങനെ നിങ്ങൾ ബാക്കിയുള്ളവരെ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ട് നിങ്ങൾ അതിനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും, ഏത് തരത്തിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ദ റീസൺ. എനിക്കൊരു കുട്ടിയുണ്ട്, ബട്ട് ഐ ഹാവ് സംവൺ ടു ലുക്ക് ആഫ്റ്റർ. ഞാൻ ഓഫീസിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് വരുമ്പോൾ അതിനെ നോക്കാൻ വേറെ ആളുണ്ട്. അല്ലെങ്കിൽ വി ആർ ഹയറിങ് എ ഹൗസ് നിയർ ബൈ, കോളേജിന്റെ അടുത്ത് ഞങ്ങളൊരു വീട് എടുക്കും, അപ്പൊ എനിക്ക് അത്രയും ബുദ്ധിമുട്ടില്ല, ദർ ഇസ് നോ ട്രാവൽ ഇഷ്യൂ. ഇങ്ങനെയൊക്കെ നമ്മൾ കൺവിൻസ് ചെയ്യിക്കാൻ, ഇഫ് ഐ ഗോട്ട് ദ എംപ്ലോയ്മെന്റ്, എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഐ വിൽ ബി ഹിയർ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇതിന് ഫേവറബിൾ ആറ്റിറ്റ്യൂഡ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെയാണ് ശരിക്കും ഒരു പേഴ്സണൽ പ്രിപ്പയർഡ്നെസ് എന്ന് പറയുന്നതിൽ ഉദ്ദേശിക്കുന്നത്. പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ നമ്മളെ ഡ്രസ്സിങ് ആയിരിക്കാം, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ തന്നെയും ഇഫ് യു ഹാവ് എ പ്രൊഫഷണൽ നേച്ചർ ദാറ്റ് ഈസ് ആൾസോ അപ്ഡേറ്റഡ്. നമ്മൾ അപ് ടു ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കണം ആ ഒരു കാര്യത്തിൽ വേണ്ടിയിട്ട്. അതായത് പ്രൊഫഷണൽ നേച്ചർ നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഡ്രസ്സിംഗ് ആണ്, ചില ആളുകൾ തന്നെ they are going for an interview and for the first time they are having the formal dress. അപ്പൊ അത് ശരിക്കും ഒരു ഡിസ്കംഫർട്ട് ആയിരിക്കും, കംഫർട്ടബിൾ ആയിരിക്കില്ല, നമ്മൾ ഭയങ്കര ഇഷ്യൂസ് ആയിരിക്കും നമുക്ക്. ആ ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഫോർമൽ ആയിട്ട് ഒരാൾ ഇൻസേർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഫുൾ സ്ലീവ് ഒന്നും ഇടുന്നില്ല, അപ്പൊ ഹിംസെൽഫ് അയാൾക്ക് തന്നെ ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ആയിരിക്കും. അപ്പൊ അത് മൊത്തത്തിൽ ആ ഒരു പെർഫോമൻസിനെ ബാധിക്കും. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ അതിനെ, ഇപ്പൊ നമുക്കറിയാം തന്നെ, ഇപ്പൊ നമ്മൾ മാരേജിനൊക്കെ തന്നെ പലപ്പോഴും റിഹേഴ്സൽ പോലെയൊക്കെ നടക്കാറുണ്ടെന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പ്രത്യേകിച്ചും പല നോർത്ത് ഇന്ത്യൻ ഏരിയയിലൊക്കെ തന്നെയും മാരേജ്, ഇപ്പൊ നാളെ നടക്കുന്ന കല്യാണത്തിന് ഇന്ന് തന്നെ ഡ്രസ്സൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സിമിലർലി ഇങ്ങനെ ഒരു പ്രിപ്പറേഷൻ നമുക്കുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇന്റർവ്യൂ ഫേസ് ചെയ്യുമ്പോൾ ഹൗ ആർ യു ഗോയിങ് ടു പെർഫോം, നമ്മളൊരു മിററിന്റെ മുന്നിൽ നിന്ന് പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ, ഇങ്ങനെയൊക്കെ പലരും പല രീതിയിൽ ചെയ്യാറുണ്ട്. My point is that professionalism we have to take into account seriously. അപ്പൊ നമുക്ക് അതിനൊരു ആ ഒരു രീതിയിൽ നമുക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ്. ഇനി നമ്മൾ ഒരു കാൻഡിഡേറ്റിനെ, ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നമ്മൾ പറയുന്നു. അതിന് മുന്നേ ഒരു നല്ല കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ കുറെ
കുറെ ഓപ്ഷൻസ് പല കമ്പനീസ്. ഐ ഹാവ് ടേക്കൺ ഫ്രം എ റിസർച്ച് ദാറ്റ് if you are able to showcase your future employer, how can you add value? നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആ ഒരു എംപ്ലോയറെ നിങ്ങൾ ധരിപ്പിക്കുമ്പോഴാണ് നമ്മൾ ഒരു നല്ല കാൻഡിഡേറ്റ് ആവുന്നത്. ഒരു നല്ല കാൻഡിഡേറ്റ് ആവണമെങ്കിൽ we have to showcase, we have to have a kind of attitude to the employer that എന്നെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ രീതിയിൽ ചെയ്യും എന്ന് നമ്മൾ വെറുതെ പറയല്ല, അതിനെ അപ്പീലിംഗ് ആയിട്ടുള്ള റെസ്പോൺസ് നിങ്ങൾ കൊടുക്കാൻ പറ്റുമ്പോഴാണ് വി വിൽ ബി എ ഗുഡ് കാൻഡിഡേറ്റ്. സിമിലർലി എ പ്രോബ്ലം സോൾവർ ആൻഡ് ഫാസ്റ്റ് ലേണർ. നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്ന ആളുകളെ അല്ലെങ്കിൽ ഒരാളിനെ സെലക്ട് ചെയ്യുമ്പോൾ അയാൾ ഒരു പ്രോബ്ലം സോൾവർ ആണോ? സിറ്റുവേഷൻസ് കൊടുക്കും പലപ്പോഴും. ഇപ്പോൾ മൾട്ടിനാഷണൽ കമ്പനീസ്, എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ഒക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആണ് കൊടുക്കുന്നത്. ഡാറ്റ അനാലിസിസ് രീതിയിലുള്ള ജോലിക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ, റിസർച്ചിനൊക്കെ പോയി കഴിഞ്ഞാൽ അവര് എഴുതാനുള്ള ടാസ്കുകളാണ് കൊടുക്കുന്നത്. യു ക്യാൻ സിറ്റ് ആൻഡ് റൈറ്റ്. ഐ വാസ് ആൾസോ അപ്പിയറിംഗ് എൻ ഇന്റർവ്യൂ ഇൻ എഡ്സിൽ ഡൽഹിയിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു. അവിടെ അപ്പൊ തന്നെ നമുക്കൊരു സിറ്റുവേഷൻ തരുന്നു, ഒരു റിസർച്ചിനെ കുറിച്ചുള്ള ഒരു ഐഡിയ തരുന്നു. യു ഹാവ് ടു ഡെവലപ്പ് എ റിസർച്ച് പ്രപ്പോസൽ. അപ്പൊ നമ്മൾ അവിടെ ഇരുന്ന് തന്നെ ഒരു റിസർച്ച് പ്രപ്പോസൽ എഴുതുന്നു. അതിനെ അവർ ഇവാലുവേറ്റ് ചെയ്തിട്ട് അപ് ടു ദ ലെവൽ ആണെങ്കിൽ അവർ നമുക്ക് റിസർച്ചിന്റെ കോമ്പോണന്റ് ഒക്കെ അറിയാമെങ്കിൽ ദേ വിൽ സെലക്ട് അസ്. അപ്പൊ അതാണ് ശരിക്കും ഒരു പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ചെക്ക് ചെയ്യാൻ പലപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. സിമിലർലി ഫാസ്റ്റ് ലേണർ എന്ന് പറയുമ്പോൾ ഒരു കാര്യം, ഒരു സിറ്റുവേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അതിന് അഡാപ്റ്റഡ് ആവാൻ പറ്റുന്നെങ്കിൽ അങ്ങനെയാണ്. പലപ്പോഴും നമ്മൾ ടീച്ചിങ് പ്രൊഫഷനൊക്കെ നമ്മൾ പോകുമ്പോൾ ആ കുട്ടികളെ മാനേജ് ചെയ്യുന്ന കാര്യവും അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന രീതിയും ഒക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചെക്ക് ചെയ്യാൻ വേണ്ടി സാധാരണ ഉപയോഗിക്കുന്നത്. ആറ്റിറ്റ്യൂഡ് ഡെഫിനറ്റ്ലി ആറ്റിറ്റ്യൂഡ്. നല്ല കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന കമ്പനീസ് സെലക്ട് എ ഗുഡ് കാൻഡിഡേറ്റ് ബേസ്ഡ് ഓൺ ദ ആറ്റിറ്റ്യൂഡ്. The study also says that if you give credit to the past experience, പലപ്പോഴും എന്താ പറയാ, ഓക്കെ ഞാൻ നേരത്തെ എവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്, ഞാൻ ഇന്ന കോളേജിൽ വർക്ക് ചെയ്തിരുന്നു, ഇപ്പൊ എന്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു, അവിടെ വളരെ മോശമാണ് സാലറി, അല്ലെങ്കിൽ അവിടെ ഒരു കംഫർട്ടബിൾ സിറ്റുവേഷൻ ഇല്ല എന്നൊക്കെ നമ്മൾ പറയുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് നോട്ട് എ സൈൻ ഓഫ് എ ഗുഡ് കാൻഡിഡേറ്റ്. പക്ഷെ നമ്മള് വൈ യു ആർ ഹിയർ, നിങ്ങൾ എന്തുകൊണ്ട് ഈ കോളേജിൽ അല്ലെങ്കിൽ ഈ സ്കൂളിൽ ഇന്റർവ്യൂവിന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ് ദി അതർ സ്കൂൾ, നേരത്തെ ഒരു സ്കൂളിൽ വർക്ക് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സോ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, പഠിച്ച സ്ഥാപനങ്ങളായാലും നിങ്ങൾ വർക്ക് ചെയ്ത സ്ഥലങ്ങളായാലും ദേ ഹെൽപ് യു എ ലോട്ട് ഇൻ ഗെയിനിങ് യുവർ എക്സ്പീരിയൻസ് ആൻഡ് നോളജ്. അപ്പൊ അതിന് നമ്മള് ക്രെഡിറ്റ് കൊടുത്തിരിക്കണം. ഓക്കെ, ഞാൻ NSS കോളേജിലാണ് പഠിച്ചത്, അവിടെ നല്ല BEd പഠിച്ചപ്പോൾ എനിക്ക് കുറെ എക്സ്പോഷർ കിട്ടി എന്ന് തന്നെ നമ്മൾ പറയുന്നു. കാരണം അതാണ് നമ്മളൊരു സ്ഥാപനത്തിന് കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത്. ദാറ്റ് ആക്ച്വലി ഈവൻ ദോ ഇറ്റ് ഈസ് അത് നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും മോശം ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് പലപ്പോഴും എംപ്ലോയേഴ്സ് നോക്കുന്നത്. ഡ്രസ്സിംഗ് ഐ ഹാവ് ഓൾറെഡി എക്സ്പ്ലെയിൻ, ഡ്രസ്സിംഗ് ഈസ് എ ഫാക്ടർ. സിമിലർലി സെൻഡിങ് എ താങ്ക് നോട്ട് ആഫ്റ്റർ യുവർ ഇന്റർവ്യൂ, ഇതും ഒരു നല്ല കാൻഡിഡേറ്റിന്റെ ക്വാളിറ്റി ആയിട്ട് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ താങ്ക് യു ഫോർ ഗിവിംഗ് മീ ആൻ ഓപ്പർച്യൂണിറ്റി, ഇങ്ങനെ ഒരു, അതായത് ഇത് ഇന്ത്യയിലെ പ്രാക്ടീസ് അല്ലെങ്കിൽ പോലും, ഇന്ത്യയിലെ സാധാരണ നമ്മൾ പ്രാക്ടീസ് അല്ലെങ്കിൽ പോലും മൾട്ടിനാഷണൽ കമ്പനീസിലെല്ലാം തന്നെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അവർക്കൊരു മെസ്സേജ് അയക്കണം, താങ്ക് യു ഫോർ ഗിവിംഗ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു അറ്റൻഡ് ഇന്റർവ്യൂ വിത്ത് യുവർ ഓർഗനൈസേഷൻ. നിങ്ങളുടെ ടീമിൽ എന്നെ എനിക്കൊരു ഇന്റർവ്യൂ തന്നതിന് താങ്ക് യു എന്ന് പറഞ്ഞിട്ടൊരു നോട്ട് അയക്കണമെന്നാണ്. അങ്ങനെയുള്ളവരെ മാത്രമേ 85% ഓഫ് ദ കമ്പനീസ് prefer the candidate those who have sent thanking note. ഞാനൊരു സ്റ്റഡി ബേസ്ഡ് പറഞ്ഞതാണ്. ഇത് എത്ര നമുക്ക് റെലവൻസ് ഉണ്ടോന്നല്ല, പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ലോക്കൽ, വി ഹാവ് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ്. സാജൻ സാറൊക്കെ പറഞ്ഞ പോലെ നമുക്ക് ഓൺലൈൻ ട്യൂട്ടറിങ്, ഓൺലൈൻ ടീച്ചിങ്, നൗ മെനി ഓഫ് ദ യൂണിവേഴ്സിറ്റീസ് ഹാവ് കം അപ്പ് വിത്ത് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ഓൺലൈൻ ട്യൂട്ടറിങ് ആൻഡ് ഓൺലൈൻ ലെക്ചറിങ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു കേരളത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ജോലി മാത്രമല്ല, അതിനപ്പുറത്തേക്കും നമുക്കിപ്പം ഈ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ യു ക്യാൻ ടേക്ക് ഇൻ ടു അക്കൗണ്ട് വൈൽ യു പ്ലാൻ യുവർ കരിയർ. നമ്മൾ ഒരു ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ദീസ് ക്യാൻ ബി ഡൺ. നൗ വാട്ട് ആർ ദ സ്കിൽസ് ദാറ്റ് റിക്വയർഡ്? സ്കിൽസ്, ഒരു നല്ല ബെറ്റർ എംപ്ലോയി അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ എംപ്ലോയിക്ക് വേണ്ട സ്കില്ലുകൾ, കമ്പ്യൂട്ടർ സ്കിൽ, ഏതൊരു ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഫീൽഡ്. പലപ്പോഴും നമ്മൾ BEd കഴിഞ്ഞോട്ടെ, ഓക്കെ ഞാനിങ്ങനെ പഠിച്ചു പോന്നു, ഡിഗ്രി PG ഒക്കെ കഴിഞ്ഞു, കമ്പ്യൂട്ടർ ഒന്നും പ്രത്യേകിച്ച് പഠിച്ചില്ല.
അപ്പൊ എനിക്ക് കമ്പ്യൂട്ടർ സ്കില്ലൊന്നും ഇല്ല. അപ്പൊ നിങ്ങളുടെ എത്ര സ്കോർ ചെയ്ത് കഴിഞ്ഞാലും എക്സലന്റ് ആയി കഴിഞ്ഞാലും നിങ്ങൾ റാങ്ക് ഹോൾഡർ ആണെങ്കിൽ പോലും നോബഡി വിൽ ഹയർ യു ഇഫ് യു ഡോണ്ട് നോ ദ ബേസിക് ഓപ്പറേഷൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ. ഇമെയിൽ, ഇന്റർനെറ്റ്, ബേസിക് ബ്രൗസിംഗ് സ്കില്ലുകൾ ഇല്ലാത്തവരെ ആരും ഇപ്പൊ കാണില്ല. അതോടൊപ്പം തന്നെ വേർഡ് പ്രോസസ്സേഴ്സ്, പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ, പ്രസന്റേഷൻ ആപ്ലിക്കേഷൻസ്, എക്സൽ പോലെയുള്ള സംഭവങ്ങള്, സ്പ്രെഡ്ഷീറ്റുകൾ, ഇതിലെല്ലാം തന്നെ നമുക്ക് നോളജ് ഇല്ലെങ്കിൽ ഇപ്പോ ആർക്കും ഒരു ടീച്ചർ ആണെങ്കിലും ഏതൊരു ഫീൽഡിലാണെങ്കിലും അവരെ സാധാരണ ആരും പ്രിഫർ ചെയ്യുന്നില്ല. ബിക്കോസ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ സിഗ്നിഫിക്കൻറ്റ് സ്കിൽസ് ദാറ്റ് വി നീഡ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ, സംടൈംസ് വി സേ ദാറ്റ് ഓക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരായിരിക്കും, പക്ഷെ കമ്മ്യൂണിക്കേഷൻ ഇല്ല. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഡസന്റ് മീൻ ദാറ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ. വാട്ട് എവർ, നിങ്ങൾ ഏത് ഫീൽഡിലാണെങ്കിലും അതിനെ അപ്പീലിംഗ് ആയിട്ട് നിങ്ങൾ സംസാരിക്കാനും നെഗോഷിയേറ്റ് ചെയ്യാനും നമുക്ക് അറിയാന്ന് പറയുന്നത് ദിസ് എ സ്ട്രാറ്റജി, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സ്കിൽ ദാറ്റ് ദ കാൻഡിഡേറ്റ് ഈസ് ഹാവിംഗ്. അപ്പൊ ഇതിനു വേണ്ടിയാണ് നമ്മൾ കുറെ അവസരങ്ങൾ, വൈ യു ആർ ഓർഗനൈസിങ് പ്രോഗ്രാം, നിങ്ങൾക്ക് അവസരങ്ങൾ സംസാരിക്കാനും പ്രസംഗിക്കാനും കമ്പയർ ചെയ്യാനും ഒക്കെ തന്നെ അവസരങ്ങൾ തരുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ത്രൂ ഔട്ട് യുവർ പ്രോഗ്രാം, നമ്മൾ എപ്പോഴും പറയാറുണ്ട് കരിക്കുലത്തെ കുറിച്ച് പറയുമ്പോൾ ഫോർമൽ, ഇൻഫോർമൽ കരിക്കുലം, ഹിഡൻ കരിക്കുലം, പല കരിക്കുലം നമ്മൾ പറയാറുണ്ട്. എന്താണ് ശരിക്കും പല കരിക്കുലത്തിലൂടെ നമുക്ക് കിട്ടുന്നത്? ഒരു കംപ്ലീറ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എക്സ്പോഷർ ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അവിടെ കണ്ടന്റ് മാത്രമല്ല കരിക്കുലം എന്ന് പറയുന്നത്. അതാണ് ക്ലാസ്സിൽ കൃത്യമായി വരണമെന്നും റെഗുലർ ആവണമെന്നും നമ്മൾ നിർബന്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? വി ആർ ഗിവിംഗ് ലോട്ട്സ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ടു സ്റ്റുഡൻസ്. ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ കുറെ വാല്യൂസ് കിട്ടുന്നു, കുറെ സ്കില്ലുകൾ കിട്ടുന്നു, റൈറ്റിംഗ് കോമ്പറ്റീഷൻ ഉണ്ടാവുന്നു, സ്പീക്കിംഗ് കോമ്പറ്റീഷൻ, സ്പീച്ച് കോമ്പറ്റീഷൻസ് ഉണ്ടാവുന്നു, ഡ്രോയിങ് കോമ്പറ്റീഷൻ, പല പല കോമ്പറ്റീഷനിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നതിലൂടെ നമ്മളെ പല പല സ്കില്ലുകളാണ് എൻഹാൻസ് ചെയ്യുന്നത്. കോർഡിനേഷൻ സ്കില്ല്, ഓർഗനൈസേഷണൽ സ്കിൽ, ലീഡർഷിപ്പ് സ്കിൽ, അങ്ങനെയുള്ള പല സ്കില്ലുകൾ ഇവാലുവേഷൻ ചെയ്യുന്നു. അപ്പൊ അതിനെക്കുറിച്ചുള്ള ക്രിട്ടിക്കൽ ഇവാലുവേഷൻ എന്ന് പറയുന്ന ഒരു സ്കില്ല്, പല രീതിയിലുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നത് ശരിക്കും ഒരു സ്കൂളിലെയും കോളേജിലെയും ഒക്കെ ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെയൊക്കെ ഒരു പ്രവണത എന്ന് പറയുന്ന കുട്ടികളൊക്കെ പിന്നോട്ട് നിൽക്കും. ഇന്നൊരു ആർട്സ് ഡേ ആണ് കോളേജിൽ എന്ന് പറയുമ്പോൾ ഓക്കെ ആർട്സ് ഡേ അല്ലേ, അപ്പൊ ഞാൻ എന്തിനു പോകണം, ഐ എം നോട്ട് ഗോയിങ് ടു പാർട്ടിസിപ്പേറ്റ്. ദിസ് വാസ് ദ മെന്റാലിറ്റി ഏർലിയർ. ഇപ്പൊ അങ്ങനെയല്ല പലർക്കും. ഇപ്പൊ എല്ലാവർക്കും അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാ കോമ്പറ്റീഷനിലും കുട്ടികളെ പങ്കെടുപ്പിക്കാനും മുന്നോട്ട് ഇറങ്ങാനും ഒക്കെ തുടങ്ങി. അതിന്റെ കാരണം എന്ന് പറയുന്നത് when we talk about 21st century skills, everything should be imbibed by the students. നമുക്ക് കിട്ടിയിരിക്കണം. ആ കിട്ടണമെങ്കിൽ we have to participate rigorously in the opportunities. പ്രോബ്ലം സോൾവിങ് സ്കില്ല് നമ്മൾ സോഷ്യൽ പ്രോബ്ലം ആണെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലം ആണെങ്കിലും ഒക്കെ തന്നെ ഒരു പ്രോബ്ലം സോൾവിങ് ഉള്ള ആളുകളെയും പ്രോപ്പറായിട്ട് ഒരു ടീം പ്ലെയർ ആയിട്ടുള്ള ആളുകളെയും ഒക്കെ തന്നെയാണ് പലപ്പോഴും നല്ല കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് വരുമ്പോൾ അതാണ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഒക്കെ ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ നമ്മൾ സംസാരിക്കുക എന്ന് മാത്രമല്ല ബാക്കിയുള്ളവർക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുകയും മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നതിനെയാണ് ശരിക്കും അതൊക്കെയാണ് നമ്മൾ ഒരു ഡിസ്കഷനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് പല അവസരങ്ങളിൽ നമുക്ക് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്. അതൊരു ടീം പ്ലേ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഓരോരുത്തരെയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഓരോരുത്തരുടെയും റോളിനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇറ്റ് വിൽ ബി എ റിയൽ റോൾ പ്ലേ, ടീം പ്ലേ. പ്രോബ്ലം സോൾവിങ് സ്കിൽ ഞാൻ പറഞ്ഞു. പ്രോബ്ലം ടെക്നിക്കൽ പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന ഡേ ടു ഡേ പ്രോബ്ലംസ് ആയിരിക്കാം, സോഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കാം. അപ്പൊ സിറ്റുവേഷൻസ് ആണ് നമുക്ക് ആ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത റോൾ പ്ലേ പോലെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ബസ് സെഷൻസിലൊക്കെ വരുന്ന അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ശരിക്കും കോളേജുകളൊക്കെ നടത്തുന്നത് ഇങ്ങനെയുള്ള ഓരോ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. ഇമോഷണൽ ഇന്റലിജൻസ് ഓഫ് കോഴ്സ് ഈസ് അനദർ സ്കിൽ. 21st century സ്കിൽസ് നമ്മൾ നോക്കുമ്പോൾ ഇത് നമ്മളെടുത്ത് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ഒരു കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ, ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഡെഫിനറ്റ്ലി വി ഷുഡ് ഹാവ് സർട്ടൻ സ്കിൽസ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റിവിറ്റി, കൊളാബറേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ ലിറ്ററസി. ബെറ്റർ ഇൻഫർമേഷൻ എവിടെയാണ്, പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാവുന്ന സോഴ്സുകൾ ഏതൊക്കെയാണ്, മീഡിയ ലിറ്ററസി, ബെറ്റർ മീഡിയ, അല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാം നമ്മൾ പോസ്റ്റ് ട്രൂത്ത് എറയെ കുറിച്ച് പറയാറുണ്ട്. പോസ്റ്റ് ട്രൂത്ത് എറയാണ് അപ്പൊ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഏത് ഇൻഫർമേഷൻ ആണ് പ്രോപ്പർ എന്ന് അറിയാൻ പറ്റുന്നില്ല. ദർ ഷുഡ് ബി എ സ്പെസിഫിക്
മെക്കാനിസം ടു ഹാവ് ഇറ്റ്. നമുക്ക് അറിഞ്ഞിരിക്കണം ഏത് മീഡിയ ഡിപ്പെൻഡബിൾ ആണ്, ഏത് മീഡിയ ഇറ്റ് ഇസ് നോട്ട് ഡിപ്പെൻഡബിൾ. നമ്മൾ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ വരുന്ന കുറെ മെസ്സേജുകൾ നമ്മൾ നോക്കുമ്പോൾ അത് ഇഫ് ഇറ്റ് ഈസ് ഡിപ്പെൻഡബിൾ ദർ ഷുഡ് ബി എ ലിങ്ക് വിത്ത് ഇറ്റ് ഓർ ഇറ്റ് വിൽ ബി ബൈ സെർട്ടൻ ബോഡീസ്. നമ്മൾ പലപ്പോഴും അത് ഷെയർ ചെയ്ത് ക്രോസ് ചെക്ക് ചെയ്യുന്നു. കാരണം ഇറ്റ് ഈസ് റിക്വയർഡ് ഇൻ ദിസ് എറ ബിക്കോസ് people start spreading rumors, spreading unnecessary things, അല്ലെങ്കിൽ അത് ഫേക്ക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അപ്പൊ അതിനൊക്കെ വേണ്ടി കുട്ടികളെ അറിയിച്ചു കൊടുക്കേണ്ട, കുട്ടികൾക്ക് മനസ്സിലാക്കേണ്ട സംഭവമാണ് ഇൻഫർമേഷൻ ലിറ്ററസി ആൻഡ് മീഡിയ ലിറ്ററസി, ടെക്നോളജി ലിറ്ററസി. So you just think yourself and introspect to what extent you know the technology of teaching. നിങ്ങൾക്ക് എത്രത്തോളം ടീച്ചിങ് ടെക്നോളജി അറിയാം. You are going to be a teacher. After 6 months or so, you are going out and becoming teachers. അപ്പൊ നിങ്ങൾക്ക് ഈ 6 മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ടീച്ചേഴ്സ് ആവുമ്പോൾ ടു വാട്ട് എക്സ്റ്റെൻഡ് യു നോ ദ ടെക്നോളജി. ടെക്നോളജി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെന്നല്ല. വാട്ട് ആർ ദ ടെക്നോളജി യു ആർ യൂസിങ് ഫോർ പ്ലാനിങ് ഓഫ് യുവർ ലെസൺ? വാട്ട് അബൌട്ട് യുവർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ക്ലാസ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ദ ക്ലാസ്? വാട്ട് അബൌട്ട് ദി അറ്റൻഡൻസ് ഓഫ് ദ സ്റ്റുഡൻസ്? ഹൗ ഡു യു കീപ് ആൻഡ് മോണിറ്റർ ദ അറ്റൻഡൻസ് ഓഫ് ദ സ്റ്റുഡൻസ്? How do you evaluate and sequentially make a cumulative record of your students? എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? Do you have a software? Do you know some of the applications available for that? നിങ്ങൾക്ക് സ്വന്തമായി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ? Do you have any platform for that? അതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കുക. എന്തൊക്കെ ടെക്നോളജി കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും? ഏതൊക്കെ മോഡിലൂടെ നിങ്ങൾക്ക് അസൈൻമെന്റുകൾ കൊടുക്കാൻ പറ്റും? ഏതൊക്കെ തരത്തിലുള്ള ക്ലാസ് റൂം ആക്ടിവിറ്റീസ് കൊടുക്കാൻ പറ്റും? ജാം ബോർഡ് ആക്ടിവിറ്റി നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? കൺസെപ്റ്റ് ബോർഡ് ആക്ടിവിറ്റി നിങ്ങൾ കൊടുക്കുന്നോ? പാഡ്ലെറ്റുകൾ കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത്? ഗൂഗിൾ ഫോം ആണോ, ക്വിസസ് ആണോ കൊടുക്കുന്നത്, ടെസ്മോസ്, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കഹൂത്ത് ആണോ, ഏതൊക്കെ രീതിയിൽ നിങ്ങൾ കുട്ടികൾക്ക് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട്? അതിന്റെ ഇവാലുവേഷൻ ഏത് രീതിയിലൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്? എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടോ അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഹൗ ടു യൂസ് എ വൈറ്റ് ബോർഡ്, ഹൗ ടു യൂസ് എൻ ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡ്. ഒരു വൈറ്റ് ബോർഡ്, ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ഹൗ ടു പ്രസന്റ് സംതിങ്, വാട്ട് ആർ ദ കണ്ടീഷൻസ് ഓഫ് എ ബെറ്റർ പവർ പോയിന്റ് പ്രസന്റേഷൻ, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് കുട്ടികളെ ഇൻവോൾവ് ചെയ്തുകൊണ്ടുള്ള ഒരു ഓൺലൈൻ ക്ലാസ് എടുക്കാൻ പറ്റും? ഹൗ ടു മേക്ക് ദ ക്ലാസ് മോർ ഇന്ററാക്റ്റീവ് ഈവൻ ദോ ഇറ്റ് ഈസ് ഓൺലൈൻ. ഇതെല്ലാം തന്നെ നമ്മൾ ആലോചിക്കേണ്ട. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ, ഒരു സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പോൾ, ഒരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിക്കുമ്പോൾ യു ഷുഡ് ബി നമ്പർ 1. NSS കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്നുള്ള രീതിയിൽ നിങ്ങൾ അവിടെ നമ്പർ 1 ആയിരിക്കണം. സോ ഹൗ ക്യാൻ ഐ പ്രിപ്പയർ? അതാണ്, ദാറ്റ് ഷുഡ് ബി യുവർ ഡിസ്കഷൻ. ദാറ്റ് ഷുഡ് ബി യുവർ ഡിസ്കഷൻ ഇൻ ദ ക്ലാസ് റൂം. നിങ്ങൾ ക്ലാസ്സിൽ വെറുതെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം ചാറ്റ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ ചർച്ച അങ്ങനെയായിരിക്കണം. ഹൗ ക്യാൻ ഐ ബി എ ബെറ്റർ ടീച്ചർ? അപ്പോഴാണ് നമുക്ക് പ്ലേസ്മെന്റ്, നമ്മുടെ കരിയർ എന്നുള്ള ഓറിയന്റേഷൻ വരുന്നത്. എനിക്ക് എങ്ങനെ എന്നെ മെച്ചപ്പെടുത്താം? എന്റെ ടീച്ചിങ്ങിലെ, എന്നിലെ ഒരു ടീച്ചറിൽ ഞാൻ ഹൗ ക്യാൻ ഐ ഷേപ്പ് മൈ ടീച്ചർ ഇൻസൈഡ്? That is the requirement what we have. അപ്പോഴാണ് opportunities come. Okay, we need people from NSS college. NSS കോളേജിലെ കുട്ടികൾ ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്ന എപ്പോഴാണ്? ആ ഒരു ലെവലിൽ നമ്മൾ ഉയരുമ്പോഴാണ് everyone will opt. Okay, അതുകൊണ്ടാണ് why people from IIT are not unemployed. IIT-യിൽ കഴിയുന്നവരെല്ലാം 4th semester ആവുന്നതിന് മുന്നേ പ്ലേസ്ഡ് ആണ്. Why? Because they have a strategy. They are giving something special that makes the student cater the needs of the potential employer. ആരുടെ, ഏത് എംപ്ലോയറുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു കാൻഡിഡേറ്റ് ആയി അവര് ഓരോരുത്തരെയും മാറ്റുന്നു. So everyone will be hired immediately, even before completing their end semester examination. എല്ലാവരും പ്ലേസ്ഡ് ആണ്. ക്രോർസ് ആൻഡ് ക്രോർസ് they are getting annually because they have that much potential. അങ്ങനെയുള്ള കരിക്കുലമാണ്, അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് ആണ് അവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതാണ് IIMസും അതുപോലെ IISc ബാംഗ്ലൂരും ഒക്കെ തന്നെ കുറെ ആളുകൾ പ്ലേസ്മെന്റ് കിട്ടാനുള്ള സാധ്യത. That is nothing specific or some wonders, but ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ആ ഒരു സ്കിൽ ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് അത് വരുന്നത്. അതുകൊണ്ടാണ് പല ഇൻസ്റ്റിറ്റ്യൂഷനിലും നമ്മൾ ബാൻഡ് വാഗൺസ് ആയിട്ട് വളരെ പേര് കേട്ട സ്ഥാപനങ്ങളായി നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. നമ്മൾ ഒരു ഇന്റർവ്യൂവിനൊക്കെ പോയി കഴിഞ്ഞാൽ പല നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിലെ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ടാഗ് ഇറ്റ് സെൽഫ് ഈസ് an advantage for you. ഇപ്പൊ നിങ്ങൾ ഇന്ന ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പഠിച്ചതെന്ന് പറയുമ്പോൾ ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ NSS കോളേജിൽ നിന്ന് പഠിച്ചെന്ന് പറയുമ്പോൾ ഓക്കെ, അവിടെ പഠിച്ചതാണല്ലോ, അപ്പം നന്നായിരിക്കും. അവിടെയുള്ള സിറ്റുവേഷനിലൊക്കെ വന്ന കുട്ടിയാണെങ്കിൽ ഇഫ് ദ കാൻഡിഡേറ്റ് ഈസ് ഓക്കെ, ഡെഫിനറ്റ്ലി ഹി വിൽ നോ സംതിങ് സ്പെഷ്യൽ. അവർക്ക് അറിയാമായിരിക്കും, കാരണം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് വരുന്നത്.
ഈ രീതിയിൽ ആളുകൾ അതിനെ മനസ്സിലാക്കുന്നത്. ദാറ്റ് ഈസ് ദ സ്കിൽ ദാറ്റ് വി ആർ ഹാവിങ്. ആ ഒരു തരത്തിൽ നമ്മൾ പ്രിപ്പയർഡ് ആകുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ദ ഡ്യൂട്ടി ഓഫ് ദ ടീച്ചർ, ഇറ്റ് ഈസ് നോട്ട് ദ ഡ്യൂട്ടി, നോട്ട് ദ സോൾ ഡ്യൂട്ടി ഓഫ് ദ പ്രിൻസിപ്പൽ, ഇറ്റ് ഈസ് എ കളക്റ്റീവ് ഡ്യൂട്ടി. എല്ലാവരും ടീച്ചേഴ്സും പ്രിൻസിപ്പലും ഒക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. നമ്മളും കൂടെ ചേരുമ്പോഴാണ്, സ്റ്റുഡൻസും കൂടെ ചേരുമ്പോഴാണ് വി ആർ കമ്മിങ് അപ്പ് വിത്ത് സെർട്ടൻ കൈൻഡ് ഓഫ് ദിസ് കൈൻഡ് ഓഫ് ഡെവലപ്മെന്റ്സ്. അങ്ങനെയാണ് നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ പുതിയ ടെക്നോളജിയെ പരിചയപ്പെടുത്തുന്ന സംഭവം തുടങ്ങാം. ദാറ്റ് വിൽ ബി ഗുഡ്. ഓരോ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരാൾ ഒരു ടെക്നോളജിയെ പരിചയപ്പെടുത്തുന്നു, ബാക്കിയുള്ളവരത് ചെയ്തു നോക്കുന്നു. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ലേണിംഗ് ദാറ്റ് വി ക്യാൻ ഹാവ്. നെക്സ്റ്റ് വീക്കിൽ വേറൊരാൾ വേറൊരു ടെക്നോളജി പരിചയപ്പെടുത്തുന്നു, മറ്റൊരാൾ ഇവാലുവേഷനെ കുറിച്ച് പരിചയപ്പെടുന്നു, വേറൊരാൾ എങ്ങനെയാണ് ഈ നമ്മുടെ ഔട്ട്കംസിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് പരിചയപ്പെടുത്തുന്നു. സോ മെനി ഡേ, നിങ്ങൾ ഒരു വർഷം കൊണ്ട് നിങ്ങൾ പല 54 വീക്സ് ഓർ സോ വി ഹാവ്, ആൻഡ് അക്കോർഡിംഗ്ലി നമ്മൾ 54 ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റ്സ് ടെക്നോളജിയെ കുറിച്ചോ അല്ലെങ്കിൽ പല വ്യത്യസ്തമായ ടീച്ചിങ്ങിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എലമെന്റ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. That is the kind of exercise that we can implement. Then flexibility, similarly leadership qualities. Leadership qualities, ചില കോളേജുകളൊക്കെ നമ്മൾ കാണാൻ പറ്റും, always some people are the leaders. We have to give leadership to all the students. Whenever you are going to the schools, you have to give leadership to each and every one of your students. എല്ലാവർക്കും റോൾ കൊടുക്കണം. In one program, a few students will be the leaders and they have the organizational skill. You will be giving chance to a group of students. But for the next program, never give to the same students. Even though they are skilled, they will be doing good. But at the same time, you experiment with your next group of students because they are also expecting the leadership. It is one of the 21st century skills. We have to develop the leadership skill among all the students. At least an opportunity we have to give. Whenever some very significant events come, definitely we will include those who are having very good leadership skills. At the same time, in local events or in certain areas, in certain events that is having a significance in college only, please give leadership skills to all the students on a rotation basis. That will develop. Actually, this is knowingly or unknowingly or indirectly, it will be leading to a better candidature. It is giving some strength to your candidature. Wherever something happens, you have to initiate something. Initiate productivity skill, social skill. These are some of the aspects. This is about taxonomy of objectives. When we are teaching in this line, it will be developing in that line. I am not going to that. Now come to the digital learning. Now we are in digital. The possibilities of the learning you have to take into account. Now, you know that many applications, many platforms we have for learning, for virtual learning, for blended learning and mobile learning. We have many opportunities. So wherever you have an option, you can, especially if you are most of you are going to be teachers. So in the teaching profession, we should know what is virtual learning. How do I prepare as a better virtual teacher, virtual tutor? That is the thing that we have to. In ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പുതിയ കാര്യങ്ങളെ കുറിച്ചും ഏത് സമയവും ഏത് അഡ്വാൻസ്ഡ് സാധനത്തെ കുറിച്ചും ഇംപ്രൂവ്മെന്റ് വരാം, അല്ലെങ്കിൽ ഇതിലൊക്കെ മോഡിഫിക്കേഷൻ വരാം. അപ്പൊ നമ്മൾ അതിനെ റെഡി ആയിരിക്കണം. വി ഹാവ് ടു ബി റെഡി ഫോർ അക്സെപ്റ്റിംഗ് എനി ചേഞ്ച്. Whatever it is happening, you have to have knowledge of that change. Mobile learning, blending of learning, this is happening now. Even University Grants Commission suggests the blending of offline online blend is being suggested. 30% എങ്കിലും നമ്മൾ ബ്ലെൻഡഡ് മോഡിലൂടെ പഠിപ്പിക്കണമെന്ന് പറയുന്നു. ഇനി കുറെ ഓപ്പർച്യൂണിറ്റീസിലേക്ക് നമ്മൾ ഓപ്പർച്യൂണിറ്റീസിലേക്ക് പോകുന്നതിന് ഇതിന് തൊട്ട് മുന്നേ ആയിട്ട് എനിക്കൊരു കാര്യം പറയാൻ വെച്ചാൽ, as your principal has suggested, there are certain issues in employment. എംപ്ലോയ്മെന്റിൽ ചില ആളുകൾ പേയ്മെന്റ് ബേസിസിൽ കുറെ തട്ടിപ്പുകളും സാധനങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, nobody can give a shortcut to any significant activity. ഒരു നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു ഷോർട്ട് കട്ട് ഇല്ല. എവിടെ പോയി കഴിഞ്ഞാലും there is no shortcut for some activity.
ഷോർട്ട് കട്ട് ഇല്ല. സോ വാട്ട് എവർ യു ഹാവ് ടു ഡു പ്രോപ്പർലി. സോ ചില ആളുകൾ പറയും നിങ്ങൾക്ക് ഇന്ന ഓഫർ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ പല മെയിലുകൾ വരും, ഇത്ര രൂപ നിങ്ങൾ അതിന്റെ ഇനീഷ്യൽ ചാർജ് ആയിട്ട് അയക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വരും. ഒരു ഓൺലൈൻ ആയിട്ട് നിങ്ങൾ ഒരു ഇന്റർവ്യൂ നടത്തുമ്പോൾ ഇഫ് യു ആർ അപ്പോയിന്റഡ് നോബഡി വിൽ ചാർജ് എനി ഫീ ഫ്രം യു. യു ആർ നോട്ട് സപ്പോസ് ടു ഗീവ് എനി ഫീ ഫോർ എനിത്തിങ്. ചില വെബ്സൈറ്റുകളൊക്കെ ചിലപ്പോൾ രജിസ്ട്രേഷൻ ബേസിൽ 100-200 രൂപ വാങ്ങുന്നത്, ദാറ്റ് ഈസ് ഓക്കെ ഇഫ് രജിസ്ട്രേഷൻ ബേസ്ഡ്, അത് നല്ല റെപ്യൂട്ടഡ് സൈറ്റുകളാണെങ്കിൽ യു ക്യാൻ ഡു. അതർവൈസ് nobody will give you any employment and prior they will never demand any money. ചില ആളുകൾക്കൊക്കെ വരാറുണ്ട്, ഇന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്, യു വിൽ ബി ഗിവൺ ദിസ് സാലറി, പ്ലീസ് അതിന്റെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഇത്രയും പൈസ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വരാറുണ്ട്. ഐ ആൾസോ ഗോട്ട് ഇൻ 5-6 years ബാക്ക്. അപ്പൊ അവർ ചോദിക്കുന്ന, അപ്പൊ നമുക്ക് യു ഷുഡ് ഹാവ് എ ക്വസ്റ്റ്യൻ, ഇഫ് യു ആർ പേയിങ് ഓൾ ദീസ് ടു മീ, വൈ ഡോണ്ട് യു പേ ഓൺലി ദിസ് 2000 രൂപ അല്ലെങ്കിൽ 5000 രൂപ എന്തുകൊണ്ട് നിങ്ങൾക്ക് പേ ചെയ്തുകൂടാ? അല്ലെങ്കിൽ ചിലരൊരു നിങ്ങൾക്ക് ലോട്ടറി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പലപ്പോഴും വരാം, ഓൺലൈൻ ലോട്ടറി, യു വൺ ഓൺലൈൻ ലോട്ടറി ഓഫ് ഇത്രയും ബില്യൺ ട്രില്യൺ എന്നൊക്കെ പറഞ്ഞു വരും. അപ്പോ അത് അത്രയും വരുമ്പോൾ എന്തുകൊണ്ട് വൈ ദേ ആർ ഇൻസിസ്റ്റിംഗ് യു ടു പേ സം പ്രോസസിങ് മണി? അത്രയും പൈസ തരുവാണെങ്കിൽ അതിൽ നിന്ന് ഒരു എമൗണ്ട് എടുത്തിട്ട് ബാക്കി തന്നാ പോരെ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി സ്റ്റോപ്ഡ്. സോ ഇത് ബട്ട് ദ ക്യൂരിയോസിറ്റി ആൻഡ് നമ്മുടെ ഒരു ഗ്രീഡി മൈൻഡ് ഉണ്ടാവും പലർക്കും. ആ ഒരു മൈൻഡിനെയാണ് പലപ്പോഴും ചൂഷണം ചെയ്യുന്നത്. പല ആളുകളും പൈസ അങ്ങ് അടിച്ചു പോകുന്നു. ഓക്കെ, എനിക്ക് ഇത്ര ലക്ഷം കിട്ടുകയല്ലേ, അപ്പൊ ഞാനൊരു 25,000 കൊടുത്താലും കുഴപ്പമില്ല, I can pay 25,000. One of my cousins, he paid 20,000 recently to a platform. ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട്, പ്രോസസിംഗ് ഓഫ് യുവർ വിസ യു നീഡ് ടു പേ 20,000. ഒരു ക്യൂരിയോസിറ്റിയുടെ അടിസ്ഥാനം അല്ലെങ്കിൽ ഒരു ക്രൈസിന്റെ അടിസ്ഥാനം നമുക്ക് ഇത് കിട്ടിയല്ലോ എന്ന് പറയുന്ന ഒരു ആകാംക്ഷയുടെ ബലത്തിൽ ഇയാൾ പൈസ അങ്ങ് അടിച്ചു. പൈസ അടിച്ചപ്പോൾ ദർ ഈസ് നോ റെസ്പോൺസ് ഫ്രം ദം. അപ്പൊ അതൊരു ഡൽഹി ബേസ്ഡ് ഒരു നമ്പർ ആയിരുന്നു, അവർ പൈസ അടിച്ചു. അപ്പൊ ഇങ്ങനെ ഒരു ഓൺലൈൻ ഓഫർ തരുവാണെങ്കിൽ, പ്രത്യേകിച്ചും ഗൾഫ് റീജിയനിലൊക്കെ നമുക്ക് കിട്ടുന്ന ഓഫറുകളൊക്കെ തന്നെയും കംപ്ലീറ്റ് അവര് നമ്മുടെ സ്പോൺസർ ചെയ്താണ് കൊണ്ടുപോകുന്നത്. ദർ ഈസ് നോ നീഡ് ഓഫ് എനി പേയ്മെന്റ്. ഇഫ് ഇറ്റ് ഈസ് എ നാഷണലി റെപ്യൂട്ടഡ് റിക്രൂട്ട്മെന്റ് ഏജൻസി ആണെങ്കിൽ സംടൈംസ് വി ഹാവ് ടു പേ മണി. അത് പലപ്പോഴും അവർക്ക് കൊടുക്കേണ്ട പേയ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് സാലറി കിട്ടിയതിന് ശേഷമാണ് അവര് ഡിമാൻഡ് ചെയ്യുന്നത്, നത്തിങ് ബിഫോർ. ചിലർ വളരെ ചെറിയ എമൗണ്ട് ഒക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യമല്ലാത്ത ഒരു തരത്തിലും നമ്മൾ ഒരു ഈസിനെസ്, ദർ ഈസ് നോ ഈസിനെസ് ഫോർ എനി കൈൻഡ് ഓഫ് എംപ്ലോയ്മെന്റ്. ഈസി ആയിട്ടൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നത്. വൈ ഐ ഹാവ് മെൻഷൻ ദീസ് ആർ some of the potential and increasing possibilities in these areas. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ബൂമിംഗ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന. ഇഫ് യു ഗൂഗിൾ ഇറ്റ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ബൂമിംഗ് ഇൻഡസ്ട്രീസ്. അപ്പൊ ഇവിടെ എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ പലപ്പോഴും ചോദിക്കുന്നതാണ്, ഞാൻ BEd അല്ലേ, എന്താണ് ഇയാൾ ഇതൊക്കെ വന്ന് ഇവിടെ പറയുന്നതെന്ന്. ഈവൻ ദർ ആർ ചാൻസസ് ഓഫ് BEd graduates or those who know the technology and pedagogy of education, they have chances in artificial intelligence, they have possibilities in analytics skill, they have possibilities in translation industry, mobile app development, people management, video audio production. ഇതെല്ലാം തന്നെ നമ്മളെ പോലുള്ള ആളുകൾക്ക് BEd കഴിഞ്ഞവർ ഉണ്ട്. Of exploration, we have to explore something. How can I be a data analyst after my graduation in education? എനിക്ക് എങ്ങനെ, ഞാൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്, ഐ ആം മലയാളം ഗ്രാജുവേറ്റ് ആൻഡ് ഐ ഹാവ് BEd. Can I go to a translation industry? It is one of the highly paid industry. ട്രാൻസ്ലേഷൻ ഇൻഡസ്ട്രി നന്നായി പേയ്മെന്റ് കിട്ടുന്ന. മൊബൈൽ ആപ്പ് എന്ന് പറയുന്നത് ആപ്പ് ഡെവലപ്മെന്റ് ഈസ് ദ ടെക്നോളജി മൈൻഡ്. ബട്ട് ഇൻസൈഡ് അതിന്റെ ഇൻസ്ട്രക്ഷണൽ ഡിസൈന്, അത് എന്തൊക്കെയാണ് അതിൽ ഇവാലുവേഷൻ സെഗ്മെന്റ് വരേണ്ടത്, ഇതെല്ലാം ചെയ്യുന്നത് ഒരു ലേണിംഗ് ആപ്പ് ആണെങ്കിൽ അതെല്ലാം ചെയ്യുന്നത് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ്. ദാറ്റ് ഈസ് വൈ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇല്ലാത്തവർ വരുന്നത് കൊണ്ടാണ് പല ആപ്പുകളും അപ് ടു ദ ലെവൽ അല്ലാതെ നമുക്ക് തോന്നുന്നത്. ചില ആപ്സ് എടുത്തു കഴിഞ്ഞാൽ വളരെ അഡ്വാൻസ്ഡ് ആയിരിക്കും, ചില ആപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇതൊക്കെ എങ്ങനെയാണോ ചെയ്യേണ്ടത്. കാരണം ആ ഒരു മൈൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മൈൻഡ് ഓഫ് those who are having the degree of education. BEd MEd കഴിഞ്ഞവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. We have options. So what is required? Basic minimum knowledge of the field is required. ആ ഫീൽഡിൽ ഓപ്ഷൻസ് കൊടുക്കുന്ന
ജോലി സാധ്യതകൾ നമ്മൾ തിരയണം. മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ് നടത്തുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തണം. അവിടെ ഇൻസ്ട്രക്ഷണൽ ഡിസൈനേഴ്സ്, കണ്ടന്റ് റൈറ്റേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ അവന്റെ ഫ്രെയിംസ് ഡെവലപ്പ് ചെയ്യുന്നവര്, ഡ്രാഫ്റ്റിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആവശ്യകതയുണ്ടോ? അതിന് കൂടുതലായി നമുക്ക് വേണ്ട യോഗ്യത എന്താണ്? ചിലപ്പോൾ ചെറിയ 1 മാസത്തെയോ 2 മാസത്തെയോ ഒരു ട്രെയിനിങ് പ്രോഗ്രാം വേണ്ടി വരും, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഷോർട്ട് ടേം കോഴ്സുകൾ ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ഫീൽഡിലുള്ള അങ്ങനെയുള്ള ഫീൽഡുകളെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. വീഡിയോ പ്രൊഡക്ഷൻ, ഓഡിയോ പ്രൊഡക്ഷൻ, ഈ ഒരു സാഹചര്യത്തിലൊക്കെ തന്നെ ഡ്യൂറിംഗ് ദ ഇഷ്യൂസ് ഓഫ് COVID-19 we have lots and lots of content based video production. You must have known. ഇപ്പൊ തന്നെ പല സ്ഥാപനങ്ങളും ഹയർ എഡ്യൂക്കേഷൻ കണ്ടന്റ് ഉൾപ്പെടെയുള്ളത് തന്നെ പല രീതിയിൽ മൾട്ടിമീഡിയ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ, പല ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ വീഡിയോ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ നല്ല പൊട്ടൻഷ്യൽ scope they are having. അപ്പൊ അവിടെയൊക്കെ തന്നെ we have opportunities. Can I fix myself? ഞാൻ എന്താണോ അതിലേക്ക് എനിക്ക് എത്താനുള്ള വഴികൾ ഞാൻ കണ്ടെത്തണം. അപ്പൊ ആ ഒരു ഫീൽഡിനെ ഞാൻ എക്സ്പ്ലോർ ചെയ്യണം. That is my concern here. Similarly, search engine marketing, SEM എന്ന് പറയും, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്, ബ്ലോക്ക് ചെയിൻ, ഇൻഡസ്ട്രിയൽ ഡിസൈൻ, ക്രിയേറ്റിവിറ്റി, കൊളാബറേഷൻ, ഈവൻ ദോ സം ഓഫ് ദം. ബ്ലോക്ക് ചെയിൻ, ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്നൊക്കെ പറയുമ്പോൾ കംപ്ലീറ്റ്ലി അത് എഞ്ചിനീയറിംഗ് ബേസ്ഡ് ആണ്, കമ്പ്യൂട്ടർ സയൻസ് ബേസ്ഡ് ഒക്കെ ആണെങ്കിൽ പോലും അതിൽ പല ആസ്പെക്റ്റുകളും there are chances of educationists, there are chances of those who have specialization in pedagogy, those who have specialization in social sciences. അപ്പൊ അവിടെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടത്. ഈവൻ അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഇൻഡസ്ട്രി ഉണ്ട്, ഡിജിറ്റൽ ജേർണലിസം, പെർസുവേഷൻ ഇൻഡസ്ട്രി, ആനിമേഷൻ. These are some of the booming industries I have mentioned. ഇതില് where I can place myself. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും, ചില ആളുകൾ ഇഷ്ടമില്ലാതെ ബി.എഡിന് വന്നവർ കാണും, വീട്ടുകാർ നിർബന്ധിച്ച് വന്നവർ കാണും, വേറെ ഓപ്ഷൻ ഇല്ലാതെ വന്നവർ കാണും. അപ്പൊ അവരൊക്കെ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ teaching is not the only possibility for you. There are many other possibilities. You have to come up with these kind of opportunities. നമ്മൾ അത് മുന്നോട്ട് വരണം. അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസുമായി നമ്മൾ മുന്നോട്ട് വരണം, അത് കണ്ടെത്തണം. എന്തൊക്കെയാണ് ഈ ഒരു ടൈം മാനേജ്മെന്റ് സ്കില്ല്? ഹൗ can you make the industry time management fruitful with your knowledge of education? അതിൽ എന്തൊക്കെയാണ് എനിക്ക് ഓപ്ഷൻസ് ഉള്ളത്? അതിന് സജസ്റ്റ് നമുക്ക് ഒരു കമ്പനിയെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോഴേ, ഇഫ് യു ഹാവ് എ പ്ലാൻ ഇൻ യുവർ മൈൻഡ്, ദാറ്റ് വിൽ ബി മോസ്റ്റ് ഓഫ് ദ പ്രൈവറ്റ് കമ്പനീസ് ദേ വിൽ ഹയർ പീപ്പിൾ ദോസ് ഹു ഹാവ് സം പ്ലാൻസ് ഓഫ് ബിസിനസ്. അവരുടെ ബിസിനസ് പ്ലാൻ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ, അതൊക്കെ നോക്കിയിട്ടാണ് പലപ്പോഴും ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഒരു ഓപ്ഷൻ നിന്നുകൊണ്ട് എനിക്ക് UPSC കിട്ടണം, അല്ലെങ്കിൽ LP സ്കൂൾ ടീച്ചർ കിട്ടണം, അതല്ലെങ്കിൽ എനിക്ക് ഹൈസ്കൂൾ HSA വേണം, ഹൈസ്കൂൾ ടീച്ചർ ആവണം, അതല്ലെങ്കിൽ ഹയർ സെക്കൻഡറി, അതല്ലെങ്കിൽ കോളേജിൽ, ഇങ്ങനെ ഓപ്ഷൻസ് ഏതെങ്കിലും ഒന്നിനെ ഫിക്സ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ അതർ ദാൻ ദ ടീച്ചിങ് ജോബ്, വാട്ട് ആർ ദ കംഫർട്ടബിൾ ജോബ് ഫീൽ ഫോർ യു? നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഒരിക്കലും അത് അണ്ടർ എംപ്ലോയ്മെന്റ് ആവരുത്, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഡിസ്കസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. There are n numbers of opportunities. Even in we got a Tata Consultancy Service in the MD of avരുടെ education MD once 2 years back in 2018 he came to our university for giving a lecture. അദ്ദേഹം പറഞ്ഞത് they need many people from pedagogy background because അവരുടെ ഈ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ഡെവലപ്മെന്റ്, ആപ്പ് ഡെവലപ്മെന്റ്, ഇതിലൊക്കെ തന്നെ അവരുടെ എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിലൊക്കെ തന്നെ അവർക്ക് ഈ ഒരു ഇൻസ്ട്രക്ഷണൽ ഡിസൈനേഴ്സിനെ ആവശ്യമാണ്. യു മസ്റ്റ് ബി നോയിങ് ദ യൂണിവേഴ്സിറ്റി ഇൻ മുംബൈ, SNDT Women's University. In SNDT Women's University there is a course MA e-learning. MA e-learning ചെയ്യുന്ന കുട്ടികളൊക്കെ തന്നെയും 90% of the students are placed even in the 3rd semester. I visited them personally and most of the students got appointment before completing their final semester. So that much need we have, that much need people have regarding the instructional designing. അപ്പൊ ഇൻസ്ട്രക്ഷണൽ ഡിസൈനിങ് എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷനാണ്. അതിന് എന്തൊക്കെയാണ് കോഴ്സ്, എവിടെയൊക്കെയാണ് നമുക്ക് പാർട്ട് ടൈം ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ ഉണ്ടോ, അല്ലെങ്കിൽ NPTEL വല്ല കോഴ്സ് ഉണ്ടോ, കോഴ്സറയിൽ വല്ല കോഴ്സ് കൊടുക്കുന്നുണ്ടോ, ഏതെങ്കിലും MOOC കോഴ്സുകൾ അതിനെ കുറിച്ച് കൊടുക്കുന്നുണ്ടോ? Especially private companies, they don't want your certificate,
They don't even check your certificate. They don't even check whether you passed or failed. They need potential candidate with skill and potential ability. Skill undo ningalku, proficiency undo work cheyan, you will be selected. Ningal degree ano allengil post graduation ano, you have PhD and double PhD, nobody bothers whatever you have. The botheration is regarding the skill and proficiency. So ആ ഒരു തരത്തിൽ നമ്മൾ പ്രിപ്പയർഡ് ആവുമ്പോഴാണ് you will be a candidate. അപ്പൊ ഇന്ന് തന്നെ നമുക്ക് you can have a mind in your mind, what is your plan? If you have a plan, you have to have a better plan for future. You have to prepare the day one onwards. തുടക്കം മുതൽ നമ്മൾ അതിനെ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ അത് അച്ചീവ് ചെയ്യുന്നത്. അതർവൈസ് we will never. നമുക്കറിയാം സ്കൂളിലൊക്കെ നമ്മൾ പോകുമ്പോൾ പ്രൈമറി ക്ലാസ്സിലൊക്കെ തന്നെ there is a self introduction. അപ്പൊ ടീച്ചേഴ്സ് സെൽഫ് ഇൻട്രൊഡക്ഷൻ എഴുതി കൊടുക്കുന്ന അല്ലെങ്കിൽ പാരന്റ്സ് എഴുതി കൊടുക്കുന്ന they will repeat as that. They will have an okay, ഞാൻ ഇവിടുന്ന് വരുന്നു, my parents are this and that, and I have an ambition. എന്റെ അംബിഷൻ എനിക്ക് ഹോബിയൊക്കെ പറയും. ഹോബിയൊക്കെ ചിലപ്പോൾ റിയലിസ്റ്റിക് ആയിരിക്കും, പക്ഷെ അംബിഷനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ജോബ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അറിയാതെ ആയിരിക്കും പലപ്പോഴും കുട്ടികൾ പറയുന്നത്. ഐ വാണ്ടഡ് ടു ബി എ ഡോക്ടർ, എഞ്ചിനീയർ, സയന്റിസ്റ്റ്, സിവിൽ സർവീസ് ഓഫീസർ, ഇങ്ങനെയൊക്കെ പറയും. ഇപ്പൊ കുറച്ചും കൂടെ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത് പറയും, എനിക്ക് ഒഫ്താൽമോളജിസ്റ്റ് ആവണം, ഓങ്കോളജിസ്റ്റ് ആവണം, കാർഡിയോളജിസ്റ്റ് ആവണം, ഇങ്ങനെ പല രീതിയിൽ നമ്മൾ പറയാറുണ്ട്. ഇപ്പം കുട്ടികൾക്ക് അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും. ആക്ച്വലി ഈ കുട്ടികൾ 10ാം ക്ലാസ് കഴിയുമ്പോഴെന്തായിരിക്കും, പലപ്പോഴും അവർക്ക് മാർക്ക് വളരെ മോശം. A1 എല്ലാം പ്രതീക്ഷിച്ചു, പക്ഷെ അവർക്ക് കിട്ടിയില്ല. കുറെ എണ്ണത്തിൽ B1 ആണ് പോയത്, വളരെ മോശം മാർക്കായി, B ഗ്രേഡിലേക്ക് പോയി. അപ്പൊ ആ ഒരു ഓറിയന്റേഷൻ നമ്മൾ കൊടുക്കുന്നില്ല, പകരം വി ആർ ടീച്ചിങ്. ഓക്കെ, നിനക്ക് ഈ ഒരു കാര്യം പറഞ്ഞേക്ക് ആൻഡ് വി ആർ എയിമിങ്, സൊസൈറ്റി നീഡ് സംതിങ് സ്പെസിഫിക് ഫ്രം ദാറ്റ് കാൻഡിഡേറ്റ്. അപ്പൊ നമ്മൾ ഒരു ഡോക്ടർ ആവണം അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി, ഡെഫിനറ്റ്ലി ഹി ഷുഡ് ബി എ ടോപ്പർ, വൺ ഓഫ് ദ ടോപ്പേഴ്സ്. കാരണം നല്ല മാർക്ക് കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് ഒരു പഠനം എന്ന് പറയുന്നത് 10+2, അതല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ, അതിലെ നീറ്റ് എക്സാമിനേഷൻ എഴുതാന്ന് പറയുമ്പോൾ എഞ്ചിനീയറിംഗ് മെഡിക്കൽ എൻട്രൻസ് അല്ലെങ്കിൽ IEEE JEE എഴുതുന്നു, അല്ലെങ്കിൽ നീറ്റ് എക്സാമിനേഷൻ എഴുതുന്നു. അപ്പൊ അതിന്റെ ബേസിക് മിനിമം യോഗ്യത നമ്മൾ ഉണ്ടായിട്ട് കഴിഞ്ഞേ നമ്മൾ സ്വപ്നം കണ്ടിട്ട് കാര്യം. ഇഫ് യു ആസ്ക് ദം, ഒരാള് ഒരു കാർഡിയോളജിസ്റ്റ് ആവണം എന്നൊരു കുട്ടി പറയുകയാണെങ്കിൽ യു ക്യാൻ ആസ്ക് എ ക്വസ്റ്റ്യൻ, എത്ര കാർഡിയാക് അറസ്റ്റ് നടക്കുന്ന സിംറ്റംസ് അവർക്കറിയാം, അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് സംഭവിച്ച എത്ര രീതികളെ കുറിച്ച് അവർ വായിച്ചിട്ടുണ്ട്. ഒരു 10+2 ഡെഫിനറ്റ്ലി 10+2 ഒരു കുട്ടി, ഒരു ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടി, he or she should know all the related apparatus of medical science. എന്തൊക്കെ ഒരു ഡോക്ടർ ഉപയോഗിക്കുന്ന മെഡിക്കൽ സയൻസ് എന്തൊക്കെയാണ്, സർജിക്കൽ എക്യുപ്മെന്റിന്റെ പേര് അറിയണം. അപ്പോഴാണ് ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്നത്. ആ ഒരു തരത്തിൽ നമ്മൾ വളർത്താറുണ്ടോ, നമ്മൾ ആ ഒരു തരത്തിൽ കുട്ടികളോട് നമ്മൾ ഡീൽ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നോ. ടീച്ചർ ആവണമെങ്കിൽ കുട്ടി പഠിപ്പിക്കണം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ചില കുട്ടികളൊക്കെ തന്നെ ക്ലാസ് റൂമിൽ അവരുടെ എക്സ്പീരിയൻസ് പറയുമ്പോൾ വീട്ടിലിരുന്ന് പല മരങ്ങളെയൊക്കെ ഞാൻ പഠിപ്പിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ കുട്ടികൾ പറയാറുണ്ട്. അതുപോലെ നമ്മൾ എന്താണോ പ്രാക്ടീസ് ചെയ്യുന്നത്, എന്താണോ നമ്മൾ അംബിഷൻ ചെയ്യുന്നത്, നമ്മൾ ഡ്രീം ചെയ്യുന്നത്, അതിലേക്ക് എത്താനുള്ള വഴികൾക്ക് നമ്മളും കൂടെ അതിലേക്ക് ചേർന്ന് വരണം. നമ്മൾ പൗലോക്കെ പറഞ്ഞ പോലെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിലേക്കുള്ള വഴികൾ നമുക്ക് തുറക്കപ്പെടും. ആ വഴികൾ തുറക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം, അതിലേക്ക് നമ്മൾ എത്താനുള്ള ആ ഒരു മൂവ്മെന്റ് നമ്മൾ എടുത്ത് വേണം. ഇപ്പൊ ഞാനൊരു ടീച്ചർ ആവണമെങ്കിൽ ഒരു ടീച്ചറിന്റെ ചാലഞ്ചസ് എനിക്കറിയണം, ടീച്ചിങ്ങിന് ഉപയോഗിക്കുന്ന ടെക്നോളജിയെ കുറിച്ച് എനിക്കറിയണം, ഒരു ടീച്ചറിന്റെ സ്കൂളിലെ റോൾസ് എന്തൊക്കെയാണെന്ന് എനിക്കറിയണം, അതിൽ നമുക്ക് ടീച്ചറിന് എത്ര ടൈം പഠിപ്പിക്കേണ്ടി വരും, എല്ലാ കാര്യങ്ങളും എനിക്കറിയണം. അപ്പോഴാണ് എനിക്ക് അതിനോട് പ്രോപ്പർ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ക്രേസിൽ നമ്മൾ പറയും എനിക്കൊരു സിവിൽ സർവന്റ് ആവണം, അല്ലെങ്കിൽ സിവിൽ സർവീസിലെ ഒരു ഹയർ ഗ്രേഡ് കിട്ടണം. പക്ഷെ അതിന്റെ ചാലഞ്ചസ് നോക്കുമ്പോഴായിരിക്കും എനിക്ക് ഇത്രയൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല, ഞാൻ വിചാരിച്ചു ഇത്രയൊന്നും വർക്ക് ഇല്ല എന്ന് വിചാരിച്ചാണ് ഞാനിത് ഒരു ഡ്രീമായി കൊണ്ടുവന്നത്. പിന്നെ പെട്ടെന്ന് അവരുടെ ഡ്രീംസ് ചേഞ്ച് ചെയ്യുന്നു. ആ ചേഞ്ച് ചെയ്യാനുള്ള കാരണം ഇതാണ്, വി ആർ നോട്ട് റിയലൈസിങ് ദ പൊട്ടൻഷ്യൽ തിങ്സ്. അപ്പൊ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഈ വാട്സപ്പ്, ഫേസ്ബുക്ക്, സ്ലാക്ക് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെയും ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ ദാറ്റ് വി ക്യാൻ യൂട്ടിലൈസ്. അതിലൊക്കെ തന്നെയും നമ്മൾ പ്രത്യേകിച്ചും എഡ്യൂക്കേഷനിലൊക്കെ തന്നെ ഡിഗ്രി എടുത്തവർക്കൊക്കെ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാം, വി ക്യാൻ എക്സ്പ്ലോർ. മോൺസ്റ്ററിന്റെ ഒക്കെ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു നല്ല കാൻഡിഡേറ്റ് എന്ന് പറയുമ്പോൾ ദിസ് ആർ ദ ഗുഡ് കാൻഡിഡേറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം മോൺസ്റ്റർ പറയുന്നുണ്ട്.
വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് കാൻഡിഡേറ്റ്. എനി ജോബിന്, ഏത് ജോബാണെങ്കിലും പ്രോബ്ലം സോൾവിംഗ് സ്കില്ല്, ബേസിക് ഡാറ്റ അനലിറ്റിക്സ്, സോഷ്യൽ മീഡിയ ലിറ്ററസി, ക്രിയേറ്റിവിറ്റി, റെസിലിയൻസി, അതുപോലെ തന്നെ ഗുഡ് ബിസിനസ് സെൻസ്, വില്ലിംഗ്നെസ് ടു ലേൺ, ഇതെല്ലാം ഉള്ളവരെയാണ് മോൺസ്റ്റർ ഒരു നല്ല കാൻഡിഡേറ്റ് ആയിട്ട് കാണുന്നത്. അപ്പൊ നമ്മൾ ഒരു യോഗ്യത എന്നുള്ളതിനപ്പുറം അതിന്റെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ, നമ്മളൊരു വീട് വെക്കാന്ന് പറയുമ്പോൾ വീടിന്റെ ഒരു ഫ്ലാറ്റ്, ഒരു ബിൽഡിംഗ് എന്നുള്ളതിനപ്പുറമായിട്ട് ആ വീടിലേക്ക് നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ വേണം, നമുക്ക് ഒരു വീട് നമ്മൾ ഒരു സ്കെൽട്ടൺ ഉണ്ടാക്കി ഇടുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്വൈറ്റ് ഈസി. ചിലപ്പോൾ നമുക്ക് ചെറിയ പൈസ കൊണ്ട് ഒരു സ്കെൽട്ടൺ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഫ്ലോറിങ്, പ്ലംബിങ്, ഇലക്ട്രിഫിക്കേഷൻ, പെയിന്റിങ്, ഫർണിഷിങ്, ഇങ്ങനെയെല്ലാം നമ്മൾ നോക്കുമ്പോഴാണ് അവിടെയാണ് അതിന്റെ ക്രക്സ് എന്ന് പറയുന്നത്. ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടാൽ ഇറ്റ് ഈസ് നോട്ട് എവറിത്തിങ് അബൌട്ട് ഇറ്റ്. അപ്പോ അതുപോലെയാണ് നമ്മുടെ ടീച്ചിങ്. ഡിഗ്രി, നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി ദ സ്കെൽട്ടൺ ദാറ്റ് ഗിവ്സ് യു എ മിനിമം സ്റ്റെപ്പിംഗ് സ്റ്റോൺ, ബേസിക് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണത്. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. അതാണ് ഈ പറഞ്ഞ പോലെ പ്രോബ്ലം സോൾവിങ്, ഡാറ്റ അനലിറ്റിക്സ്, സോഷ്യൽ മീഡിയ, ഈ ആൾക്കൊക്കെ തന്നെ യോഗ്യതകളുടെ അപ്പുറമുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പൊ ആ ഒരു സംഭവം നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ മറ്റൊരു സ്റ്റഡിയിൽ നിന്ന് ഞാൻ എടുത്താണ് ടെക്നോളജി, ബേസിക് ടെക്നോളജി സ്കിൽ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, സെയിം തിങ്, പ്രോബ്ലം സോൾവിങ് സ്കിൽ, കൊളാബറേഷൻ, അഡാപ്റ്റബിലിറ്റി, മൾട്ടി ടാസ്കിങ്, സോഷ്യൽ മീഡിയ ലിറ്ററസി, ഇതെല്ലാമാണ് സാധാരണ ഒരു നല്ല കാൻഡിഡേറ്റിന്റെ യോഗ്യതകളായിട്ട് ഹാഫ് 2014 ഒരു സ്റ്റഡിയിൽ പറയുന്നു. മൾട്ടി ടാസ്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ, പലർക്കും ഓക്കെ ഒരു കാര്യം ചെയ്യട്ടെ, ഞാനിപ്പോൾ ചെയ്യുന്നതിനിടയിൽ വേറെ കാര്യങ്ങൾ ചെയ്താൽ ഐ ഡോണ്ട് ഗെറ്റ് ദാറ്റ് മച്ച് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, പ്രോപ്പറായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ പല മൾട്ടി ടാസ്കിങ് പലപ്പോഴും ഒരു നല്ല കാൻഡിഡേറ്റിന്റെ ഒരു ക്വാളിറ്റി ആയിട്ടാണ് പറയുന്നത്. അപ്പൊ ഇതിൽ തന്നെ നമ്മൾ പറഞ്ഞു മൾട്ടി ടാസ്കിങ് ഹാഫ് 2014. അപ്പൊ ഇതിൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം, ഓരോ കാര്യങ്ങൾ പ്രയോറിറ്റൈസ്, സമയബന്ധിതമായി ചെയ്യുക, ഒരേപോലെയുള്ള കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുക, ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ജോലിയൊക്കെ ചെയ്യുക. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് വേറെ ആളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെലഗേഷൻ. ഇപ്പൊ എനിക്ക് വേറെ സ്ഥലത്ത് പോയിട്ട് ഒരു സാധനം വാങ്ങണം, I can do some other business, I can do my job, I can delegate someone. Okay, ഒരു സാധനം പ്രത്യേകിച്ച് ഇന്റലക്ച്വൽ വർക്ക് ഒന്നും ഇല്ലെങ്കിൽ ആ ഒരു ജോലി വേറെ ആളിനെ നമുക്ക് ഡെലഗേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് പലപ്പോഴും മൾട്ടി ടാസ്കിങ് നടക്കുന്നത്. ഞാൻ തന്നെ അല്ല, ഇപ്പൊ ചിലപ്പം ഹെഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഹെഡ്സ് ഒക്കെ പലപ്പോഴും ഭയങ്കര മെസ്ഡ് ആയിരിക്കും, വളരെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കാര്യം ചെയ്യാനുണ്ട്. നത്തിങ് ഈസ് ഡെലഗേറ്റഡ്, ഒരു കാര്യം ആർക്കും താഴോട്ട് കൊടുക്കുന്നില്ല. ഇപ്പൊ ഒരു ടൈം ടേബിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ദ ഡ്യൂട്ടി ഓഫ് ദ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. യു ക്യാൻ അസൈൻ സംവൺ ടു ഗീവ് ദ ടൈം ടേബിൾ. അതുകൊണ്ടാണ് നമ്മൾ ടൈം ടേബിളിന്റെ ഒരു ചാർജ് കൊടുക്കുന്നു, അല്ലെങ്കിൽ സ്റ്റാഫ് സെക്രട്ടറി ഒരു ചാർജ് കോളേജിൽ കൊടുക്കുന്നു, ഒരു ഫിസിക്കൽ സയൻസിന്റെ ചാർജ് ഒരാൾ കൊടുക്കുന്നു, ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ചാർജ് വേറൊരുത്തർക്ക് കൊടുക്കുന്നു. ബിക്കോസ് ഇറ്റ് ഈസ് ഡെലഗേഷൻ. Then we can simply ask the head of the department what is happening in your department, what are the issues. They will be responsible. Also, you got the information. അതാണ് ശരിക്കും ഡെലഗേഷൻ. Now നമ്മൾ പോകുമ്പോൾ നമ്മുടെ സ്ട്രെങ്ത്, കാൻഡിഡേറ്റിന് ഒരു സ്ട്രെങ്ത്, നമ്മൾ സോക്ക് അനാലിസിസ് അല്ലെങ്കിൽ സോട്ട് അനാലിസിസ് എന്നൊക്കെ പറയും. സ്ട്രെങ്ത്, വീക്ക്നെസ്സസ്, നമ്മുടെ ഒരു ഡിഗ്രി കൊണ്ടുള്ള നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ്, നമ്മുടെ ചാലഞ്ചസ്, ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുക എന്നുള്ളത് it is one of the significant thing that we have to do that. Learning always, എപ്പോഴും നമ്മൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. Always we have to learn and learn from the mistakes. അതുപോലെ നമ്മൾ ഓരോ കാര്യത്തിന് പോകുമ്പോഴും മോക്ക് ടെസ്റ്റുകൾ, ഓൺലൈൻ ടെസ്റ്റുകളൊക്കെ വരും. ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എഴുതുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ KTET, സെറ്റ് ഇങ്ങനെയുള്ള എക്സാമിനേഷൻ ഒക്കെ എഴുതുമ്പോൾ ഞാനെല്ലാം പഠിക്കുന്നു, എനിക്കിപ്പോൾ ടെസ്റ്റ് ഒക്കെ അതിൻ്റെ ഇടയിൽ എടുക്കാം, ആദ്യം ഒന്ന് പഠിക്കട്ടെ എന്നൊക്കെ ചിലർ വിചാരിക്കും. പക്ഷെ നമ്മൾ ഈ ഓൺലൈൻ ടെസ്റ്റുകൾ, മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ്, ഡിഫിക്കൽട്ടീസ് ഇൻ ആൻസറിങ്, ആർ യു ഏബിൾ ടു മാനേജ് ദ ടൈം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ഇങ്ങനെയുള്ള മോക്ക് ഇന്റർവ്യൂസ്, മോക്ക് ടെസ്റ്റുകൾ, ഓൺലൈൻ ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്യുന്നത്. മൂക്സ് നമുക്ക് ഇഷ്ടം പോലെ, ദിസ് ഈസ് വൺ ഓഫ് ദ മൂക്സ്. ഇങ്ങനെയുള്ള മൂക്ക് കോഴ്സുകൾ നമുക്ക് ചെയ്യാം. മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സുകൾ, വളരെ സ്പെസിഫിക് ആയി കോഴ്സുകളായിരിക്കും. നിങ്ങൾ ഫ്യൂച്ചർ ലേൺ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഫ്യൂച്ചർ ലേൺ.
ഈ ഫ്യൂച്ചർ ലേൺ പലപ്പോഴും നിങ്ങൾക്ക് അറിയായിരിക്കും, ഫ്യൂച്ചർ ലേണിലൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ കോഴ്സുകൾ, ആ കോഴ്സുകൾ വളരെ സ്കിൽ ഇന്റഗ്രേഷൻ ഓറിയന്റ് ചെയ്തിരിക്കുന്ന കോഴ്സുകളാണ്. ഫോർ എക്സാമ്പിൾ, ഹൗ ടു ഫേസ് ആൻ ഇന്റർവ്യൂ, വാട്ട് ആർ ദ ഡൂസ് ആൻഡ് ഡോൺസ് ഇൻ ഇന്റർവ്യൂ, എങ്ങനെ ഹൗ ടു പ്രിപ്പയർ ഫോർ എൻ അപ്ലിക്കേഷൻ ഫോർ എ ഗ്രാജുവേഷൻ ഔട്ട്സൈഡ്, അതുപോലെ തന്നെ എങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് ഉണ്ടാക്കാം, എങ്ങനെ ഒരു CV ബെറ്റർ CV ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ ഒരു ലെറ്റർ ഓഫ് മോട്ടിവേഷൻ എഴുതുന്നത് എങ്ങനെയാണ്. ഇതൊക്കെയാണ് നമ്മൾ ഈ ഔട്ട്സൈഡ് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഒരു ജോലിക്കൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, മൾട്ടിനാഷണൽ കമ്പനീസിലും പ്രൈവറ്റ് ഫേമിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ. അപ്പൊ അങ്ങനെയുള്ള ഇന്റർവ്യൂവിനെ ഫേസ് ചെയ്യുന്നതിനൊക്കെയുള്ള ടിപ്സ് ഒക്കെ ഉൾക്കൊള്ളുന്ന ചെറിയ ചെറിയ 4 ആഴ്ചത്തേക്ക് കോഴ്സുകൾ, MOOC കോഴ്സുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള കോഴ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ ദാറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി ആൻ ആഡഡ് അഡ്വാൻറ്റേജ് ഫോർ യു. അപ്പൊ നമ്മൾ ഒരു കോഴ്സ് കഴിഞ്ഞിട്ടേ അത് കഴിഞ്ഞ് നമ്മൾ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് പോവരുത്. യു ഹാവ് ടു പ്ലാൻ വെൽ ഇൻ അഡ്വാൻസ് ഫോർ യുവർ നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ ആഫ്റ്റർ മൈ ഗ്രാജുവേഷൻ വാട്ട് വുഡ് ബി മൈ പോസിബിലിറ്റി എന്ന് നമ്മൾ ഇപ്പൊ തന്നെ ആലോചിച്ച് അതിനു വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആവുമ്പോഴാണ് യു വിൽ ബി എ ഗുഡ് കാൻഡിഡേറ്റ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്ലാനിങ് ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് നന്നാവുന്നത്. ദിസ് ഈസ് ഓൾ അബൌട്ട് മൈ പ്രസന്റേഷൻ. ഒരു ഓവറോൾ വ്യൂ ആണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ഡിസ്കഷൻ ഉണ്ടെങ്കിൽ വി ക്യാൻ ക്യാരി ഔട്ട് ദ ഡിസ്കഷൻ. താങ്ക് യു വെരി മച്ച് സമീർ സർ. കുട്ടികൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള ഒരു അവസരമാണ്. ഡോണ്ട് മിസ് ദ ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സ്പെസിഫിക് ആയിട്ട് ഇപ്പൊ പാസ് ഔട്ട് ആയ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ഏരിയയിൽ നിന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സാറിനോട് ഇപ്പോൾ ചോദിക്കാം. ഹലോ സർ. ഓക്കെ അനഘ, ചോദിച്ചോളൂ. സർ, എൻ്റെ പേര് അനഘ. ഞാനിവിടെ BEd മാത്തമാറ്റിക്കൽ സയൻസിലാണ്. സെക്കൻഡ് സെം ആണ്. ഞാൻ ഈ ചെക്ക് എക്സ്പേർട്ട് ഹയറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റിൽ കയറിയായിരുന്നു. അതിൽ പ്രോബ്ലം സോൾവിംഗ് ആണ് ആക്ച്വലി. അവർ പേയ്മെന്റ് ചെയ്യുമ്പോൾ അവർ പ്രോബ്ലംസ് തന്നു കഴിഞ്ഞാൽ നമ്മളിത് സോൾവ് ചെയ്ത് കൊടുത്താൽ, മാത്സ് പ്രോബ്ലംസ് ആണ്, അങ്ങനെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെന്റ് ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞൊരു വെബ്സൈറ്റിനെ കുറിച്ച് കേട്ടായിരുന്നു. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. സാറിന് അതിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയോ? ചെക്ക് എക്സ്പേർട്ട് ഹയറിംഗ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്. അതെ, ചെക്ക് എക്സ്പെർട്ട് ഹയറിംഗ് ഞാൻ കണ്ടില്ല. അങ്ങനെ വേറെ വേറെ പ്ലാറ്റ്ഫോം ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഓൺലൈൻ നമ്മുടെ അസിസ്റ്റൻസ് എന്ന് പറയുന്ന കുറെ സോഫ്റ്റ്വെയർ ഉണ്ട്, കുറെ പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ ഇതുപോലെ ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയുള്ള ഒരു ജോലി കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ നമ്മളെ അടുത്ത് പേയ്മെന്റ് ഒന്നും വാങ്ങുന്നില്ലല്ലോ, അതൊന്ന് നോക്കണേ. രജിസ്ട്രേഷൻ അങ്ങനെ വാങ്ങുന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പോലെ 1-2 ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു, ക്വാളിഫൈഡ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം പിന്നെ അവര് പറഞ്ഞ ഒരു പ്രോബ്ലംസ് നമുക്ക് തരുമെന്നാണ്. തന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്ത് കൊടുത്തു. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മള് അവരുടെ ഈ പീരിയോഡിസിറ്റി എങ്ങനെയാന്ന് നോക്കുക. അപ്പൊ ഒരു പ്രോബ്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൈസ തരുമെന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ആ പേയ്മെന്റ് കിട്ടുന്നത് വരെ, അത് കാരണം അവരുടെ ഒരു കണ്ടീഷൻ അനുസരിച്ച് തന്നെ പോകുന്നില്ലെങ്കിൽ നമ്മൾ അതിൽ ഡൗട്ട്ഫുൾ ആയിരിക്കും. ഞാനൊന്ന് നോക്കാം എന്തായാലും. പക്ഷെ സാധാരണ രീതിയിൽ ഡിപ്പെൻഡബിൾ ആയിരിക്കും. പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ന്യൂസ് എന്തെങ്കിലും വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടോ അതും കൂടെ ഒന്ന് നോക്കണേ. എന്തെങ്കിലും അതിനെ നെഗറ്റീവായിട്ട് പറയുന്ന വല്ല ഇതും വന്നിട്ടുണ്ടോ? ഓക്കെ സാർ. താങ്ക് യു സാർ. ക്ലാസ് വളരെ നന്നായിരുന്നു സാർ. താങ്ക് യു സോ മച്ച്. ചാറ്റ് ബോക്സിൽ അയന്ന ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ മേജർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ BEd ഗ്രാജുവേറ്റ്സ് അറ്റ് SCRT ആൻഡ് NCRT ആൻഡ് സിമിലർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്? ഓക്കെ, SCRTയിലും NCRTയിലും തന്നെ നമുക്ക് അവിടെ ഒരു റിസർച്ച് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണുള്ളത്. അല്ലാതെ നമുക്ക് ഇപ്പം അറ്റ് പ്രസന്റ് അത്രയും അങ്ങനെ ഒരു സാധ്യത ഉള്ളതായിട്ട് എനിക്കറിയില്ല. പക്ഷേ SCRTയിലൊക്കെ തന്നെ ഇപ്പൊ നമ്മള് SCRTയിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഗവൺമെന്റ് സർവീസിലൊക്കെ കയറിയവർക്കൊക്കെ തന്നെയും ഡെപ്യൂട്ടേഷനിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. ഗവൺമെന്റ് സർവീസിൽ കയറിയിട്ട് ഇപ്പൊ ഹൈസ്കൂളിലൊക്കെ കയറി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പ്രോജക്റ്റിലേക്കൊക്കെ മാറിയിട്ട് അവിടുന്ന് ഡെപ്യൂട്ടേഷനിൽ SCRTയിലും ഒക്കെ നമുക്ക് വരാം.
NCERTയും അതുപോലെ തന്നെ NCERTയിലും SCERTയിലൊക്കെ റിസർച്ച് അസിസ്റ്റന്റ് പോസ്റ്റുകളുണ്ട്. അതിന് ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ 55% ആയിരിക്കും. അപ്പൊ ആ രീതിയിൽ ബേസിക് ക്വാളിഫിക്കേഷൻ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പോവാം. അങ്ങനെ BEd ഒക്കെ ഉള്ളവർക്ക് പ്രിഫറൻസ് ഉണ്ടായിരിക്കും. പക്ഷെ അവിടെ റിസർച്ചിൽ എന്ന് പറയുമ്പോൾ നമുക്ക് റിസർച്ച് സ്കില്ല്, ഡാറ്റ അനലിസ്റ്റിക് സ്കില്ല് അതൊക്കെയാണ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് ചോദിക്കുക. അല്ലാതെ നമുക്ക് വെറും BEd എന്ന് മാത്രം ആവുമ്പോൾ നമുക്ക് അത്രയും ഒരു സ്കോപ്പ് ഇല്ല. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേറെ സംശയങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു. സംശയങ്ങളൊന്നും ഇല്ലല്ലോ? ഓക്കെ, അപ്പോ ഔപചാരികമായ ഒരു നന്ദി പറയാനുള്ള ഒരു അവസരമാണ്. ആദ്യമായിട്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ സമീർ ബാബു സാറിന് ഇത്രയും സമയം, വളരെ തിരക്കുള്ള ഷെഡ്യൂളാണ്. ഇന്ന് രാവിലെ ഒരു സെഷൻ ഉണ്ടായിരുന്നു, ഇത് കഴിഞ്ഞിട്ടും ഇപ്പൊ തിരക്കിൽ തന്നെ നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു സമയത്തും നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും സമയം ചെലവഴിച്ചതിന്, കുട്ടികൾക്ക് അവരുടെ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി കൃത്യമായ ഒരു അവബോധം കൊടുത്തതിന്, വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു, വളരെ ഇഫക്റ്റീവ് ആയിരുന്നു, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്തു. NSS ട്രെയിനിങ് കോളേജ് ഒറ്റപ്പാലത്തിലെ എല്ലാ അധ്യാപകരുടെയും ഞങ്ങളുടെ പ്രിൻസിപ്പലിന്റെയും എല്ലാ സ്റ്റുഡൻസിന്റെയും പേരിൽ എല്ലാ നന്ദിയും അറിയിക്കുകയാണ്. കുട്ടികൾ ചാറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്, താങ്ക് യു സർ, ഇറ്റ്സ് വെരി മച്ച് ക്ലിയർ, വെരി ഇൻഫോർമേറ്റീവ് സെഷൻ എന്നൊക്കെയുള്ള കമന്റുകൾ വരുന്നുണ്ട്. അപ്പോ ഫ്രം NSS ട്രെയിനിങ് കോളേജ് ഫാമിലി ഏറ്റവും സ്നേഹത്തോടെയുള്ള നന്ദി സമീർ സാറിനെ അറിയിക്കുകയാണ്. അതേപോലെ തന്നെ അമ്പിളി ടീച്ചർ, ഈ പ്രോഗ്രാം ശരിക്കും നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരുന്നത് മാർച്ചിലാണ്. അന്ന് ഇലക്ഷന്റെ തിരക്കുകൾ കാരണം അത് മാറിപ്പോയി. സാർ വീണ്ടും നമുക്ക് അങ്ങനെ ഒരു ചാൻസ് തരികയാണ് ഉണ്ടായത് നമ്മൾ റിക്വസ്റ്റ് ചെയ്തപ്പോ. അപ്പോ ആ ഒരു സമയത്ത് 2 തവണയും നമുക്ക് പെർമിഷൻ തന്ന നമ്മുടെ അമ്പിളി ടീച്ചർക്ക് മീറ്റിംഗ് ഉണ്ടായിട്ടും ടീച്ചർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. പ്രസിഡൻഷ്യൽ അഡ്രസ്സ് തന്നിട്ടാണ് ടീച്ചർ പോയത്. ടീച്ചർക്കും കരിയർ സെല്ലിന്റെയും IQACയുടെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ IQAC കോർഡിനേറ്റർ സാജൻ സർ, അതേപോലെ ശങ്കരനാരായണൻ സർ, രണ്ടുപേരും നമ്മളോടൊപ്പം ഈ സെഷനിൽ ഉണ്ടായിരുന്നു. പേരോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. അതേപോലെ നമ്മുടെ മൃദുല ടീച്ചർ, മിനി ടീച്ചർ, സുരേഷ് സാർ, 3 പേരും ആദ്യ അവസാനം നമ്മളോടൊപ്പം തന്നെ ഈ മീറ്റിലുണ്ട്. ടീച്ചേഴ്സിനോടുള്ള നന്ദിയും ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു. ഈ ഒരു സെഷൻ ഇത്രയും ഫ്രൂട്ട്ഫുൾ ആക്കിയ നിങ്ങളോട് ഓരോരുത്തരോടും, നമ്മളുടെ സ്റ്റുഡന്റ് ഫ്രട്ടേണിറ്റിയോട് ഓരോരുത്തരോടും ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയുന്നു. നമ്മുടെ കോളേജിലെ സ്റ്റുഡൻസ് മാത്രമല്ല, നമ്മുടെ കോളേജിന് പുറത്തുനിന്നും സ്റ്റുഡൻസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ചങ്ങനാശ്ശേരി ട്രെയിനിങ് കോളേജിലെയും പന്തളം ട്രെയിനിങ് കോളേജിലെയും നമ്മളുടെ പാസ് ഔട്ട് ആയ കുട്ടികളും നമ്മുടെ അലുമിനിയും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മീറ്റില്. എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട്, ഗൂഗിളിന്റെ പ്ലാറ്റ്ഫോമിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. Thank you, Lakshmi. See you. Thank you all. Okay, Samir. Thank you very much.